വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിന് നന്ദി. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗസ്ഥ പിതാവേ. എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് 8:50 8:55 എന്നെനിക്ക് തോന്നുന്നു. ആ സമയമാണ്. അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഒരു 6-7 മിനിറ്റ് എനിക്ക് വൈകിയാണ് കിട്ടിയത്. അതുകൊണ്ട് അത്രയും മിനിറ്റ് വൈകി അവസാനിപ്പിച്ചാലും ധാർമ്മികമായിട്ട് എനിക്ക് കുഴപ്പമില്ല. എന്നാലും അങ്ങനെ അധികം പറ്റാട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് സ്പീഡിൽ നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരകളൊക്കെ നിരവധി പ്രാവശ്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 7 സഭകൾക്ക് ദൂത് പറയുന്ന സമയത്ത് സ്മുർനായിൽ നിന്നും ലവോദിക്കയിലേക്ക് പോകുന്ന രാജപാതയിൽ ഒരു സ്ഥലമാണ് ഫിലദൽഫ്യ എന്ന് പറയുന്ന സ്ഥലം. സഹോദര സ്നേഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭൂകമ്പം അടിക്കടി ഉണ്ടാകുന്ന ഒരു പ്രദേശം, മുന്തിരി നന്നായിട്ട് വിളയുന്ന ഒരു സ്ഥലം. ഏഷ്യ മൈനറിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ റോമൻ കൈസറ വരെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം പിന്നീട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ കാണുന്ന ഓരോ വാക്കുകളിലും യേശുക്രിസ്തുവിൻ്റെ മഹത്വം അവിടെ ഉയർത്തി പറയുന്നത് കാണുവാനായിട്ട് പറ്റും. ഞാനിനി അതൊന്നും പറയുന്നില്ല. നിനക്ക് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും പരീക്ഷിക്കേണ്ടതിന് ഒരു പരീക്ഷാകാലം വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നിന്നെ കാക്കും. പരീക്ഷാകാലം വരുമെന്നുള്ളത് പേടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അതിൽ നിന്ന് കാക്കും എന്ന് പറയുന്നതാണ് നമ്മുടെ ഉറപ്പും ധൈര്യവും എന്നുള്ളത്. ഇത് എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ചില മെസ്സേജുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കും. അതൊരു ആവർത്തന വിരസതയായി തോന്നരുത്, വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ 1-2 മെസ്സേജുകൾ പുറത്തിറക്കിയിരുന്നു. ഒന്ന് ലോക്ക്ഡൗൺ എന്നും പറഞ്ഞൊരു പ്രസംഗമാണ്, യെശയ്യാ 20:26. 2 ഈ പ്രസംഗമാണ്, 3:10 മുന്നറിയിപ്പുകൾ എന്നാണ് ഈ പ്രസംഗത്തിൻ്റെ പേര്. അപ്പോൾ ഈ 2 വാക്യങ്ങളും ആളുകൾ എപ്പോഴാണ് എടുക്കുക എന്നറിയാമോ? അങ്ങനെ സാധാരണ ഈ വാക്കിൽ എടുക്കുകയില്ല. ഈ വാക്യം എടുക്കുന്നത് മഹാപീഡന കാലഘട്ടത്തിന് മുൻപാണോ സഭ എടുക്കപ്പെടുന്നത്, അതോ അതിനുശേഷമാണോ സഭ എടുക്കപ്പെടുന്നത്? ഈ വിഷയം സംവാദത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യങ്ങൾ ആളുകൾ എടുക്കുന്നത്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പണ്ട് എടുത്തിരുന്നു. ഇപ്പോഴൊന്നും എടുക്കാറില്ല. സംവാദങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. എൻ്റെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഞാൻ പണ്ട് 2 സംവാദം നടത്തി. വളരെ ചെറുപ്രായത്തിലാണ്, 10-20 വയസ്സേ ഉള്ളൂ. എന്തായിരുന്നാലും വയസ്സ് 20 ഉള്ളെങ്കിലും തൻ്റെ ഇടം കാണിച്ച് 2 സംവാദം നടത്തി. 2 സംവാദത്തിലും അന്തസ്സായി മാന്യമായി അവർ എന്നെ തോൽപ്പിച്ചു. അപ്പോൾ അന്നത്തോടുകൂടെ ഞാൻ തീരുമാനിച്ചു, ഇതിനുള്ള ശേഷിയും ക്ഷേമുഷിയൊന്നും എനിക്കില്ല എന്ന് മനസ്സിലാക്കി എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കൊടിത്തോട്ടം സാറിനെ പോലെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അത് അവരുടെ കയ്യിലോട്ട് പതുക്കെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. എങ്കിലും വിഷയത്തോട് നീതി പുലർത്തണമല്ലോ. എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ? ഞാൻ അന്നും ഇന്നും ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത് സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ പോകണമെന്നുള്ളവർക്ക് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, നിങ്ങളോടൊരു വാദവുമില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഞാനിവിടെ ഈ ICBC തെങ്ങോടുള്ള ബൈബിൾ കോളേജിൽ തിയോളജിയുടെ ദൈവശാസ്ത്രത്തിൻ്റെ അധ്യാപകനായിരുന്നു. ഒരിക്കൽ എനിക്കൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ കിട്ടി. ആ വിഷയം ഇതാ, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ. ആദ്യമായിട്ട് കിട്ടിയ പ്രബന്ധമല്ലേ. 28 പുസ്തകങ്ങൾ റഫർ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഞാൻ അതിൻ്റെ പ്രബന്ധം അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ നേരത്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ഒരു അപ്പച്ചൻ, ചെറിയാൻ പാസ്റ്റർ, മരിച്ചുപോയതുകൊണ്ട് പേരൊക്കെ പറയുന്നത്, കുഴിയിൽ എഴുന്നേറ്റ് വന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാൻ ചോറുണ്ണാൻ പോകുന്നതിന് അദ്ദേഹം പറഞ്ഞു, പാറക്കിലെ സ്നേഹത്തോടെ വിളിക്കുന്ന 2 പേർക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോരാൻ പറഞ്ഞു. അതെന്തിനാന്ന് ചോദിച്ചു. സ്കട്ട് മിസൈൽ പോലത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് ചോറുണ്ണാൻ പോയില്ല. ലൈബ്രറിയിലേക്ക് പോയിട്ട് കുറച്ച് പുസ്തകങ്ങൾ കൂടെ ഒന്ന് വായിച്ച്
അദ്ദേഹം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരവുമായിട്ട് പിന്നെ ചെന്ന് നിന്നു. എന്തായാലും 3:30 ആയപ്പോഴേക്കും എല്ലാം അവസാനിപ്പിച്ചു. സാർ എന്നെ വേദിയിലേക്ക് വിളിച്ചു. വളരെ മനോഹരമായിട്ട് ജോയി പാറയ്ക്കൽ സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ല, ഇത് തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ 1650 രൂപ വില വരുന്ന കിങ് ജെയിംസ് വേർഷൻ്റെ ഒരു ബൈബിൾ എനിക്ക് സമ്മാനമായിട്ട് തരുവാൻ വേദിയിലേക്ക് ക്ഷണിച്ചു. ആരവാരങ്ങൾക്കിടയിൽ ചെറിയാനപ്പച്ചൻ ക്രമപ്രശ്നവുമായി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, കൊടുക്കാൻ വരട്ടെ, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകും. പിന്നെയും ഒരു തർക്കമായി. ഞാൻ ചോദിച്ചു, ചോദ്യങ്ങൾ ചോദിക്കൂ. 5 ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുത്തു. 5 ചോദ്യങ്ങൾക്കും ഞാൻ അറിയാവുന്ന പോലെ ഉത്തരം പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുന്നില്ല. അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി, ഈ 40 വയസ്സ് കഴിഞ്ഞവരെ തിരുത്താൻ പറ്റില്ല എന്ന് അന്നാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അത് ഒന്നുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ബുദ്ധിമാനായ ഞങ്ങളുടെ മോഡറേറ്റർ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇവരുടെ നിൽപ്പ് കണ്ടാൽ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് തോന്നുകൊണ്ട് ആളുകളൊക്കെ ബൈബിളിൻ്റെ സിബ് ഇട്ട് കഴിഞ്ഞു. അതൊരു സിഗ്നലാണ്. പണ്ടൊക്കെ പ്രസംഗം ബോറാകുമ്പോൾ കൂട്ടുവായി ഒച്ചത്തിലിട്ട് കേൾപ്പിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആളുകൾ വാച്ച് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞ് കേൾപ്പിക്കും. ഇപ്പോഴത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് ബൈബിൾ പൊക്കി സിബിടുക, പുറകിലേക്ക് നോക്കുക, പെമ്പിൾ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രസംഗം അവർക്ക് ബോറായി തുടങ്ങി, നിർത്താനുള്ള സിഗ്നലാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും സിബിട്ട് കഴിഞ്ഞു. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഒരു കോംപ്രമൈസിൽ എത്തിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്തിക്കാതെ എന്നെ തിയോളജി പഠിപ്പിച്ച് സാറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ജോയി പാറയ്ക്കൽ താങ്കൾ മഹാപീഠന കാലഘട്ടത്തിന് മുൻപ് പൊക്കൊള്ളാൻ പറഞ്ഞു കർത്താവിൻ്റെ അടുക്കലോട്ട്. അപ്പോൾ ഈ ചെറിയാനപ്പച്ചൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ചെറിയാനപ്പച്ചൻ താങ്കൾ അത് കഴിഞ്ഞാൽ മതി, അവിടെ വന്നാൽ മതി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല സാർ, അത് ജോയി പാറയ്ക്കലിൻ്റെ കാര്യം നിങ്ങൾ എന്തിനാ തിരക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? മഹാപീഠന കാലഘട്ടത്തിന് ശേഷം പോയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. ഞാനിപ്പോൾ ഈ എല്ലായിടത്തും സംവാദം മുറുകി വരുമ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നെ, ഒരു കോവിഡ് വന്നിട്ട് പോലും ഇവിടെ കോവിഡ് മാറി എന്ന് പറഞ്ഞിട്ടും 33% പെന്തിക്കോസുകാർ പള്ളിയിൽ തിരിച്ച് കയറിയിട്ടില്ല. ഈ കാരണവും പറഞ്ഞ് ഇങ്ങനെ അഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുക. അപ്പോൾ ഈ ഒരൊറ്റ വൈറസ് വന്നിട്ട് പോലും 2.5 വർഷം ഈ ഉടായ്പ പിടിച്ചതല്ലാതെ നേരെ ഒന്നും ആളുകൾ വരാത്തത് കൊണ്ട് എൻ്റെ പൊന്നെ, 3.5 കൊല്ലം കൊണ്ട് 61 ബാധകൾ നെഞ്ചും നെറ്റിയും കൊടുത്ത് പടക്കടത്തിൽ നിൽക്കുന്ന പടയാളിയെപ്പോലെ തടുത്തോളാമെന്ന് പറയുന്ന ആ ചങ്കുറ്റത്തിന് ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇതാണ്, നിൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ എന്നാണ്. അതുകൊണ്ട് ഞാൻ ആധികാരികമായി എൻ്റെ വിശ്വാസമനുസരിച്ച് പറയുന്നു, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ മതി. വിധിയുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ ഞാനിവിടെ തിരശ്ശീല വീഴ്ത്തുന്നു. ഞാനിവിടെ ഇന്ന് രാത്രിയിൽ മുന്നറിയിപ്പുകൾ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കോവിഡ് അടക്കമുള്ള വർത്തമാനകാല സംഭവങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് നാട്ടുകാർ മുന്നോട്ട് പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർമ്മലമായ സുവിശേഷം, ആധികാരികമായിട്ടുള്ള ലേഖനങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഒക്കെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അവർ കൈവെക്കാത്തൊരു മേഖലയിലേക്ക് വരാം. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ചില മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ കോവിഡ് വന്നപ്പോഴൊരു മുന്നറിയിപ്പല്ലേ. എത്ര വർഷമായി ചെല്ലാനത്തൊക്കെ യോഗം നടത്താൻ തുടങ്ങിയിട്ട്, ഞാൻ തന്നെ 10-30 വർഷമായി ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയും ഈ മുന്നറിയിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചാൽ സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണെന്നറിയാമോ? എനിക്ക് ലഘുലേ കൊടുക്കുന്ന വളരെ ഉത്സാഹത്തോടെ ഒരു പണി എനിക്കുണ്ട്. കേരളത്തിലെ 465 സിറ്റികളിൽ ഞാൻ ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നി പിന്നെ ദക്ഷിണേന്ത്യ മുഴുവൻ കൊടുത്തു, വടക്കേന്ത്യ മുഴുവൻ കൊടുക്കണം. കഴിഞ്ഞ മാസം പോയത് സിക്കിമിലേക്കാണ്. അങ്ങനെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യയിലുള്ള 29 സംസ്ഥാനങ്ങളിലും യേശുവിനെ പ്രസംഗിക്കണമെന്ന്. ഒക്ടോബർ മാസത്തിൽ സിക്കിമിലേക്ക് പോയതടക്കം 29ാമത്തെ സംസ്ഥാനത്തിലാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ പോയത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പം ഇന്ത്യയിലുള്ള 29 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 1 രൂപ ഇങ്ങോട്ട് വാങ്ങാതെ യേശുവിനെ പ്രസംഗിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ട്രാക്റ്റുണ്ട്,
അപകട സൂചനകളെ അവഗണിക്കരുത്. അപകട സൂചനകൾ അവഗണിച്ചാൽ അപകടം സംഭവിക്കും. അതുകൊണ്ട് ഈ സുവിശേഷ യോഗങ്ങൾ അവസാനിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വലിയ സംഭവം ഒന്ന് ഓർപ്പിച്ചില്ലെങ്കിൽ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഗൗരവം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പറയുന്നു, ഈ മാരകമായ രോഗങ്ങൾ, ഈ മാരകമായ പ്രതിസന്ധികൾ ഒക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഓരോരോ മുന്നറിയിപ്പാണ്. കോവിഡും ഒരു മുന്നറിയിപ്പായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധവും അതൊരു മുന്നറിയിപ്പാണ്. ഇതെല്ലാം എന്തിൻ്റെ മുന്നറിയിപ്പാണെന്ന് ചോദിച്ചാൽ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നറിയിപ്പാണ്. ഇനി ഇതിനെക്കുറിച്ച് ആരും തർക്കിക്കേണ്ട കാര്യമില്ല. സമയം ഞാൻ വേഗത്തിൽ ഉപയോഗിക്കുകയാണ്. ഒന്നാമത്തെ മുന്നറിയിപ്പ്, ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ, അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ലോകത്തിൽ വരുമെന്ന് നമുക്ക് നൽകിയ ഒന്നാമത്തെ മുന്നറിയിപ്പ് മെഡിക്കൽ സയൻസാണ്. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, നമ്മൾ അവഗണിച്ചു. 2, ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി, നമ്മൾ അവഗണിച്ചു. 3, ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ എന്ന് പേരെടുത്ത നമ്മുടെ ഹൃത്തടങ്ങളിൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർ നമുക്ക് മുന്നറിയിപ്പ് നൽകി, അതും നമ്മൾ അവഗണിച്ചു. 4, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകന്മാർ, പ്രഭാഷകന്മാർ മുന്നറിയിപ്പ് നൽകി, അതും നമ്മൾ അവഗണിച്ചു. ഇത് 4ഉം ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ പ്രസംഗം അവസാനിപ്പിക്കും. അല്പം സ്പീഡിൽ പോയാലേ തീരത്തുള്ളൂ, അതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ്. നമ്പർ 1, ഒന്നാമത്തേത്, മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, മാരകമായ രോഗങ്ങളും പ്രതിസന്ധികളും ലോകത്തിൽ വരുമെന്ന്. പക്ഷേ നമ്മളാരും അതിനെ അത്ര കാര്യമായിട്ട് ഗൗനിച്ചില്ല. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രോഗങ്ങളൊന്നും പണ്ടൊന്നും വലിയ രോഗങ്ങളൊന്നും ഇല്ല. മലേറിയയോ പോളിയോയോ ഒക്കെ അങ്ങനെ കുറച്ച് രോഗങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ രോഗത്തിലൊക്കെ ഒത്തിരി വകഭേദങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. വകഭേദങ്ങൾ പലതും ലോകത്തിലുണ്ടെങ്കിലും ഒരു പ്രത്യേകത എന്നറിയാമോ? ഈ പനി എന്ന് പറയുന്നപ്പോൾ എനിക്ക് ചെറിയ പനിയുണ്ട്. ഈ പനി എന്ന് പറയുന്നത് ശരിയായിട്ട് ഒരു രോഗത്തിൻ്റെ, മറ്റേതോ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പനിയെ ആളുകൾ കാണുന്നത്. പനി എന്ന് പറയുന്നത് 4 ദിവസം കഴിയുമ്പോഴാണ് അത് ഏത് രോഗത്തിലേക്കുള്ള യാത്രാമധ്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഏത് രോഗത്തിന് മുൻപ് പനി വരുന്നതിൻ്റെ കാര്യം അതാണ്. പണ്ട് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ചികിത്സയൊന്നും കാര്യമായിട്ടില്ല. നമ്മൾ ആശുപത്രി ചെന്നാലും പാരസെറ്റമോളും ഒരു വലിയ ജാറയിൽ കൂട്ടി വെച്ചിരിക്കുന്ന ചുമന്ന മരുന്നുമല്ലാതെ അന്ന് സർക്കാർ ആശുപത്രിയിൽ വേറെ മരുന്നൊന്നുമില്ല. പനിയുടെ വകഭേദങ്ങൾ ധാരാളം പേരുകളൊക്കെ പനിക്ക് ഇട്ടിട്ടുണ്ട്. വെജിറ്റബിളിൻ്റെ പേരിട്ട് നോക്കിയിട്ടുണ്ട്, പച്ചക്കറികളുടെ പിന്നെ പഴവർഗ്ഗങ്ങളുടെ പേരിട്ട് നോക്കി, മൃഗങ്ങളുടെ പേരിട്ട് നോക്കി. അങ്ങനെയാണ് ഈ പക്ഷിപ്പനിയും പന്നിപ്പനിയും തക്കാളിപ്പനിയും ആപ്പിൾ പനിയും പിന്നെ കുരങ്ങ് പനിയും ഒക്കെ വന്നത്. അപ്പോൾ ഇനിയും നമുക്ക് കുമ്പളങ്ങ പനിയും മത്തങ്ങ പനിയും ചേനപ്പനിയും ഒക്കെ പുറകെ വരാനായിട്ട് ഉണ്ട്. ഈ പനി എന്ന് പറയുന്ന രോഗം തല കുത്തി നിന്നു, കൊഞ്ഞനം കുത്തി കാണിച്ചു എന്നാണ് ഞാൻ പറയുന്ന. കാരണം പനി തിരിച്ചിട്ടാൽ നിപ്പ എന്ന പേര് കിട്ടും. പക്ഷേ മലയാളികൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഏത് രോഗം വന്നാലും അവർ അംഗീകരിക്കുകയില്ല. അവർ പറയും നിപ്പ കോഴിക്കോടുകാർക്കുള്ളതാണ്, വെള്ളപ്പൊക്കമോ അത് എറണാകുളത്തിനും അതുപോലെ തിരുവനന്തപുരത്തിനും ഉള്ളതാണ്, ഉരുൾപൊട്ടലോ അത് ഇടുക്കിക്കും വയനാടിനും ഉള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഈ കഴിഞ്ഞ 2 പ്രാവശ്യം ജലപ്രളയം വന്നപ്പോഴും എറണാകുളത്ത് വെള്ളപ്പൊക്കം വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും വെള്ളത്തിനടിയിൽ പോയിട്ടില്ല. ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് 2 ബസ്സിന് മുകളിൽ വെള്ളം പൊങ്ങുകയും ചെയ്തു. അർത്ഥം ഒരു സ്ഥലവും സുരക്ഷിതത്വം ഉള്ളതല്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്. അപ്പോൾ ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞിങ്ങനെ പനിയുടെ വകഭേദങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പനി ഒരു വലിയ രോഗമായിട്ട് ആൾ കണ്ടിരുന്നില്ല. തുമ്മൽ വന്നിട്ട് ആരെങ്കിലും ആശുപത്രി പോകുക നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ അസുഖം എന്ന് പറയുന്നത് തുമ്മലായിരുന്നു. രസകരമായൊരു കാര്യം നടന്നിട്ടുണ്ട്. ഞാനൊരിക്കൽ കോട്ടയത്ത് നിന്ന് അങ്കമാലിക്ക് കയറി വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര തിരക്കാ. പണ്ടൊക്കെ ഞാൻ ബാഗ് കൊണ്ടുവന്ന സൈഡിൽ വെച്ചിട്ട് സീറ്റ് പിടിച്ചിട്ടൊക്കെ കയറുമായിരുന്നു. ഇപ്പം അങ്ങനെ ഓടിച്ചെല്ലാൻ ആരോഗ്യമൊന്നും സമ്മതിക്കുന്നില്ല. ഭയങ്കര പിള്ളേരൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുകയല്ലേ. അപ്പം തിരക്ക് ഒഴിഞ്ഞിട്ട് ചെന്ന് കയറാമെന്ന് കരുതി ഞാനിങ്ങനെ നിൽക്കുക. ഏതാണ്ട് എല്ലാവരും കയറി കഴിഞ്ഞു. ഒരു 6-7 സീറ്റ് ബാക്കി കാണുമായിരിക്കും. ഒരു 40 പേര് കയറാനും നിൽക്കുന്നുണ്ട്. ഏതായാലും ഉറപ്പായി
കോട്ടയം മുതൽ അങ്കമാലി വരെ നിൽക്കേണ്ടി വരും, സൂക്ഷം മൂവാറ്റുപുഴ വരെയെങ്കിലും. അങ്ങനെ സമാധാനത്തോടുകൂടെ ഞാൻ കയറാൻ നിൽക്കുമ്പോഴുണ്ടല്ലോ 6-7 സീറ്റ് ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ ഒറ്റ തുമ്മലോടുകൂടെ എല്ലാ ആളുകളും അങ്ങോട്ട് മാറിപ്പോയി. ആ മാറിപ്പോയ ഗ്യാപ്പിൽ അവൻ കയറിപ്പോയി. അപ്പോൾ ഇവനങ്ങോട്ട് കയറി അവിടെ സുഖമായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ പുറകെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ തൊട്ടടുത്തൊരു സീറ്റ് കിടപ്പുണ്ട്, അവിടെ ആരും ഇരിക്കുന്നില്ല, കമ്പിയിൽ കെട്ടിത്തൂങ്ങി ചത്തതുപോലെ ആളുകൾ നിൽക്കുക. ഞാൻ ചെന്നപ്പോഴും ഒരു സീറ്റ് അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ആരും ഇരിക്കാത്തത്. എനിക്കറിയില്ല സാറേ. മോനല്ലേ ആദ്യം തുമ്മിയത്? അതെ. എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ തുമ്മിയത്? ഞാനിപ്പോൾ സീറ്റ് പിടിക്കുന്നത് ഇങ്ങനെയാണ്, കാരണം വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കും, ഒറ്റ തുമ്മൽ അങ്ങോട്ട് തുമ്മും, അപ്പോൾ എല്ലാവരും അങ്ങോട്ട് മാറിപ്പോകും, അപ്പോൾ കയറിപ്പോകും. അങ്ങനെ ആ ഒരു സൂത്രവിദ്യയും കൂടെ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാ ആളുകൾക്കുള്ളൊരു പ്രശ്നം നമുക്ക് മനസ്സിലായല്ലോ. പനി എന്ന് പറഞ്ഞ രോഗമേ അല്ല, 4-ാമത്തെ ദിവസമാണ് പനി. ഏത് രോഗത്തിലേക്കാണ് വരുന്നത്? 15-ാമത്തെ ദിവസമാണ് ചിക്കൻ ബോക്സ് വരുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾ പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനല്ല. ചിക്കൻ ബോക്സ് വന്നവൻ 15-ാമത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് ആ വെന്റിലേറ്ററിൽ കൂടെയാണ് അതിൻ്റെ വൈറസ് അടുത്ത വീട്ടിലോട്ട് പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല പ്രിയപ്പെട്ടവർ. ജെറുസലേം ഗോസ്പൽ ടീമിൻ്റെ കൂടെ കോവിഡ് തൊട്ട് മുൻപ് ദുബായ്, കുവൈറ്റ് സന്ദർശിക്കുവാൻ ഞങ്ങൾ ടീമായിട്ട് പുറപ്പെട്ടു. ദുബായിൽ 36 സഭകൾ പ്രസംഗിച്ച് കുവൈറ്റിലേക്ക് യാത്രാമധ്യത്തിൽ ഞങ്ങളുടെ പേരൂർക്കട ഷാജി, അദ്ദേഹത്തെ തലയിൽ ഒരു പോളൻ പോലെ പൊങ്ങി. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്താണ് നോക്കിക്ക്? ഞാൻ പറഞ്ഞു, ചിക്കൻ ബോക്സാടാ. നിൻ്റെ ചിക്കൻ തീറ്റ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പോക്സും കൊണ്ടേ വരത്തുള്ളെന്ന്. ഏതായാലും റിയ ബെന്നിച്ചാനെ പെട്ടെന്ന് വിളിച്ചവനെ തിരിച്ച് വണ്ടി കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ ഡോക്ടറെ കണ്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, സെമി ക്ലാസിക് പാട്ട് പാടുന്ന ഷാജി എന്ത്? അവന് ചിക്കൻ ബോക്സാണ് സാറേ, വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഇത് ഞങ്ങൾക്ക് ആർക്കും വരത്തില്ലല്ലോ. അദ്ദേഹം ഊറിച്ചിരിച്ചു. ആര് പറഞ്ഞു വരത്തില്ലെന്ന്? നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. സഹവർത്തിത്വം നടത്തിയിരുന്നു. എന്നാൽ അപ്പോൾ ഈ ഇരിക്കുന്ന 7 പേരിൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്. പിന്നെ എല്ലാവരും തപ്പി നോക്കുക, ഞൊണല് പൊട്ടിയാൽ പോലും ചിക്കൻ ബോക്സ് ആണെന്ന് എല്ലാവരും ധാരണ. ഏതായാലും 15-ാമത്തെ ദിവസം ഇത് പൊങ്ങി വരും, അദ്ദേഹം ഉറപ്പായിട്ട് പറഞ്ഞു. അങ്ങനെ 15-ാം ദിവസം കാത്തിരിക്കുകയാണ് ഞങ്ങൾ. 15-ാമത്തെ ദിവസം പേരൂർക്കടയിൽ ഷാജി കുളിച്ചു. അബുദാബിയിൽ എനിക്ക് പൊങ്ങി. വേറെ ആർക്കുമല്ല പൊങ്ങിയത്, എനിക്കാ പൊങ്ങിയത്. അപ്പോൾ 15 ദിവസം വരെ ഈ വൈറസ് എവിടെ ഇരിക്കും? ശരീരത്തിനകത്തിരിക്കും. 15-ാമത്തെ വർഷമാണ് HIV ബാധിതരായ ഒരാളുടെ വൈറസ് വെളിപ്പെട്ട് വരുന്നത്, HIV ബാധിതരാണെന്ന് മനസ്സിലാകുന്നത്. എല്ലാ രോഗങ്ങളുമല്ല. കൊല്ലം ജില്ലയിൽ HIV ബാധിതരായ 2 കുട്ടികളെ പഠിപ്പിക്കുകയില്ലെന്ന് വാശി പിടിച്ച അധ്യാപകർക്കെതിരെ സഖാവ് VS അച്യുതാനന്ദൻ അടിയന്തരമായി പ്രമേയം പാസാക്കിയതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അത് HIVയുടെ മറ്റൊരു വകഭേദമാണ്. ക്യാൻസർ എപ്പോഴാണ് വരുന്നത്? എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ആൾ മരിക്കും. ഒരു കുഴപ്പമില്ലാത്തൊരു ആൻറ്റിയാണ്. ചോദിച്ച് പറഞ്ഞു, തല മുഴുവൻ ക്യാൻസർ വന്ന് പഴുത്തിരിക്കുകയാണ്, ആൾ മരിക്കും. അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഒരു പനി വന്നാൽ 4-ാം ദിവസമേ പനി വെളിച്ചത്ത് വരത്തുള്ളൂ. ചിക്കൻ ബോക്സ് 15-ാമത്തെ ദിവസമേ വരത്തുള്ളൂ. HIV ബാധിതരായത് അത് ക്ലിയർ ആകുമ്പോൾ 15 കൊല്ലമാകും. ലക്ഷക്കണക്കിന് കൗണ്ടുകൾ വന്നു കഴിയുമ്പോഴാണ് ഇത് ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഈ വൈറസുകളൊക്കെ എവിടെ ഇരിക്കുമെന്നറിയാമോ? 3 സ്ഥലത്തായിരിക്കുന്നു. 1, നമ്മുടെ മജ്ജയിൽ ഈ വൈറസ് ഇരിക്കും. 2, നമ്മുടെ ബ്ലഡിൽ ഈ വൈറസ് ഇരിക്കും. 3, നമ്മുടെ എല്ലിനകത്ത് ഈ വൈറസ് ഇരിക്കും. ദൈവമക്കൾ മറന്നു പോകരുത്, ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1, ഈ വൈറസ് ഇരിക്കുന്ന സ്ഥലമാണ് ബ്ലഡിനകത്ത്, മജ്ജയ്ക്കകത്ത്, എല്ലിനകത്ത്. അതവിടെ കയറി ഇരുന്നാൽ ഇപ്പം എന്നെ പരിശോധിച്ചാൽ ലക്ഷങ്ങളോളം കൗണ്ട് പോയിട്ടുണ്ടാവില്ല. പക്ഷേ 5 വർഷം കഴിഞ്ഞ് ഞാനൊരു ക്യാൻസർ രോഗിയാകുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈറസ് ഇപ്പോഴേ കയറി ഇരിപ്പുണ്ടാകും. ചില 1.5 വർഷം 2 വർഷം കഴിഞ്ഞ് ഒരു ആർത്രൈറ്റീസ് രോഗിയായി ഞാൻ മാറുമെന്നുണ്ടെങ്കിൽ എല്ലിനകത്ത് ആ വൈറസ് കയറി ഇരിപ്പുണ്ടാകും. ഒരു 6 മാസം കഴിഞ്ഞ് ഞാനൊരു സൈഡ് പാരലൈസ് ആയിട്ട് മാറുമെന്നുണ്ടെങ്കിൽ ആ വൈറസ് ഇപ്പോഴേ ബ്ലഡിനകത്തോ ശരീരത്തിനകത്തോ എല്ലിനകത്തോ ഇരിപ്പുണ്ടാകും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയാണ് ഞാൻ വചനം പറയുന്നത്. ഇങ്ങനെയാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും, എബ്രായ ലേഖനത്തിൽ നിന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതും. ബാക്കി നിങ്ങളൊന്ന് ചേർന്ന് പറയണം. എന്താണ്? ദൈവത്തിൻ്റെ വചനം ജീവനുള്ളത്, ചൈതന്യമുള്ളത്. ബാക്കി ഒന്ന് പറഞ്ഞ്.
ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. അടുത്ത പദമാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത്. അതിൻ്റെ വ്യാഖ്യാനവും അരാമ്യ ഭാഷയും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വചനം പറയാണ് ആത്മാവിനെ, അടുത്തത് പ്രാണനെ, 3 സന്ധി മജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്. ഞാൻ അതിനെ ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. 6 മാസം കഴിഞ്ഞ് നീ സൈഡ് പാരലൈസായി കിടക്കുമെന്ന ഒരു വൈറസ് അകത്തിരിക്കുന്നുണ്ടെങ്കിൽ, 2 വർഷം കഴിഞ്ഞ് ഒരു ക്യാൻസർ രോഗിയായി മുദ്ര കുത്താനുള്ള വൈറസ് ഇപ്പോൾ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മാറാ രോഗിയാക്കി മാറ്റാനുള്ള വൈറസ് നിന്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ 4ാമത്തെ രാത്രിയിൽ പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ആ വചനത്തിന്റെ പ്രത്യേകത ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറെ നേരമായി നമ്മൾ ഇരിക്കുകയാണല്ലോ. എല്ലാവരും എഴുന്നേറ്റ് പ്രിയപ്പെട്ടവര്. ഈ സ്റ്റേജിൽ നിൽക്കുന്ന മുഴുവൻ ദൈവദാസന്മാരും പത്രോസ് 11 പേരോട് കൂടെ എന്ന് പ്രസംഗിച്ചതുപോലെ ഞാൻ ആത്മാർത്ഥമായി ഇങ്ങനെ പറയുന്നു. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് ഞങ്ങൾ അഗപ്പെ ഗോസ്പൽ മിഷനിൽ 2,49,000 രൂപയാണ് ദൈവദാസന്മാർക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി കൊടുത്തത്. പാവപ്പെട്ട ദൈവമക്കളിടുന്ന സ്തോത്രക്കാഴ്ച കനത്ത ബില്ല് മാറാനുള്ളതല്ലെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. വർഷങ്ങൾ ദൈവത്തെ സേവിച്ച ദൈവദാസന്മാരെ, നിങ്ങൾ പാർലസായിട്ട് കിടക്കാൻ പാടില്ലെന്ന് വർഷങ്ങൾ കർത്താവിനെ സേവിച്ച പ്രിയപ്പെട്ടവരെ, കനത്ത ബില്ല് ആശുപത്രിയിൽ മാറാൻ നമ്മുടെ കയ്യിൽ പണമില്ലെന്ന് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ, ചൈതന്യമുള്ളതാ, ഇരുവാഴ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. ഇന്ന് രാത്രിയിൽ 2 കൊല്ലം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ്, 3 കൊല്ലം കഴിഞ്ഞ് നിന്നെ കിടത്തുന്നതിന്റെ ആധാരം പണയം വെപ്പിക്കുന്ന വെല്ലുവിളിക്കുന്ന രോഗത്തിന്റെ വൈറസിനെ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യഹോവ സൗഖ്യമാക്കുന്ന റാഫയാണ്. 2000 വർഷം മുൻപ് ഒരു സൗഖ്യത്തിന്റെ കഥ പറയാനല്ല വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരം. ഞാൻ പറയട്ടെ, 1 മിനിറ്റ് കൈയടിച്ചാൽ 10 ലക്ഷം രൂപയുടെ ബില്ല് മാറിപ്പോകുമെങ്കിൽ എന്തിനാ മടിക്കുന്നത്? 1 മിനിറ്റ് അങ്ങ് ദൈവത്തെ സ്തുതിച്ചാൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ വഴിമാറിപ്പോകുമെങ്കിൽ എന്തിനാ മടിക്കുന്നത്? അന്നത്തെ യേശു ഇന്നും ജീവിക്കുന്നുണ്ടെന്ന്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് മെഡിക്കൽ സയൻസ് പരാജയപ്പെടുന്നിടത്ത് എന്റെ യേശു അവൻ വിജയിക്കുന്ന ദൈവമാ. സൗഖ്യമാകട്ടെ, വരാൻ പോകുന്ന ദുരന്തങ്ങൾ വഴിമാറി പോകട്ടെ. സംഭവിപ്പാനുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ വചനമുണ്ടല്ലോ. ദൈവദാസന്മാരെ, നമ്മൾ ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ നമ്മൾ കിടപ്പിലായി പോയാൽ ലോകം നമ്മെ മുദ്ര കുത്താനിടയായി തീരുകയില്ലേ? അങ്ങനെ സംഭവിക്കരുതെന്ന് ദൈവത്തിന് സ്തോത്രം. എന്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണെന്ന്, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നുള്ള വചനം ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് അത് നിറവേറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ, ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും സംസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവത്തിന് ഇഷ്ടം. മെഡിക്കൽ സയൻസ് നമുക്ക് നൽകിയ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മളതൊന്നും സ്വീകരിച്ചില്ല. നമുക്കറിയാമല്ലോ, കോവിഡൊക്കെ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ പറയും നിങ്ങളാരും പുറത്തിറങ്ങരുത്. നമ്മൾ പുറത്തിറങ്ങില്ല. എത്ര സമയം വരെ? വൈകിട്ട് 4 മണി വരെ. 5 മണിയാകുമ്പോൾ പറയും ഞാൻ കാവലിൽ നിന്ന് പോയിട്ട് വരാം. എന്തിനാ? സർക്കാർ പറഞ്ഞിട്ടുണ്ട് ആരും പുറത്തിറങ്ങരുതെന്ന്. ആ ഉത്തരവ് ലംഘിച്ച് ആരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി വെച്ച് വരാം എന്നും പറഞ്ഞാണ്
നമ്മൾ കവലയിലേക്ക് പോകുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ മരണം വന്ന് കയറുന്നത് വരെ എല്ലാം ഒരു കളിത്തമാശയായിട്ടാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ആ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുന്നു, ചരിത്രം നമുക്ക് നൽകിയ മുന്നറിയിപ്പുകൾ. അതുകൊണ്ട് മെഡിക്കൽ സയൻസിൻ്റെ കാര്യം പറയുമ്പം ഒരു കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. രാപ്പകൽ വ്യത്യാസമില്ലാതെ 2.5 വർഷത്തെ കോവിഡ് കാലയളവിലൊക്കെ മാസ്കും സാനിറ്റൈസറും ഒക്കെ പുരട്ടി PPE കിറ്റുമൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മാലാഹക കുഞ്ഞുങ്ങളും വൈദ്യശാസ്ത്ര രംഗത്തുള്ള വിഷഗുരുന്മാരുമൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മറക്കാനൊക്കില്ല. സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാതെ ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്ത നേഴ്സുമാരെ ഈ സമയത്ത് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ആശാ വർക്കർമാർ മുതൽ അംഗൻവാടി ടീച്ചർമാർ മുതൽ ആഭ്യന്തര വകുപ്പിലുള്ള മുഴുവൻ ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു. എന്നാൽ അതിനപ്പുറത്തൊരു സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാസ്ക് ധരിക്കണ്ടേ, മാസ്ക് ധരിക്കണം. സാമൂഹിക അകലം പാലിക്കണ്ടേ, സാമൂഹിക അകലം പാലിക്കണം. റൂട്ട് മാപ്പ് നോക്കണ്ടേ, അതൊക്കെ നോക്കണം. ഈ സാനിറ്റൈസറൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് ആളുകളൊക്കെ തല മുതൽ കാല് വരെ അങ്ങ് അടിച്ച് മിന്നിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം നടന്ന ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. ഞാൻ അവിടെ ഒരു 19 കുപ്പി സാനിറ്റൈസർ മേടിച്ച് വെച്ചായിരുന്നു. വരുന്നവരെല്ലാം ഇങ്ങനെ എടുത്ത് അടിച്ചുകൊണ്ട് കീറുന്ന കണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഒറ്റ സാനിറ്റൈസറിൻ്റെ കുപ്പിയില്ല. എല്ലാം ആളുകൾ എടുത്തുകൊണ്ട് പോയി. അവരുടെ വിചാരം ഇതെല്ലാം കൂടെ മൊത്തം അടിച്ചു കഴിഞ്ഞാൽ രോഗമൊന്നും വരില്ല എന്നാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം പറയട്ടെ, ഇതൊക്കെയാണോ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? അല്ലെന്ന്. അങ്ങനെ ആരാ നമ്മോട് പറഞ്ഞത്? സർക്കാർ പറയുന്ന കാര്യമൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അമേരിക്കൻ പടയാളികൾ കണ്ടുപിടിച്ചതാണ് ബങ്കറുകൾ. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ രഹസ്യമായ തിക്രത്തിൻ്റെ അരമനയിൽ നിന്ന് രഹസ്യമായി പിടിച്ചെടുത്ത് പരസ്യമായി തൂക്കിക്കൊല്ലാൻ കാരണം എന്താണെന്നറിയാമോ? അവർ കണ്ടുപിടിച്ചതാണ് ബങ്കറുകൾ. ഇവിടുത്തെ റഷ്യൻ സൈന്യം മറയുന്നൊരു സ്ഥലമുണ്ട്, അതാണ് കോക്കസ് പാറകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കാർഗിൽ മലനിരകൾ. ലോകത്തിലെ നമ്പർ 1 സൈന്യമാണ് ഇതൊക്കെ. ചൈനയെ ഞാൻ മറക്കുന്നില്ല, നാറ്റോ ശക്തികളെ മറക്കുന്നില്ല. എന്നാൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ബുദ്ധിശക്തിയുള്ള സൈന്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യനിരകളാണ്. നമുക്കിങ്ങോട്ട് മുന്നോട്ട് വരാം. അമേരിക്കൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടെ ബങ്കറുകൾ ഉണ്ട്. റഷ്യൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടെ കോക്കസ് പാറകളുണ്ട്. ഇന്ത്യൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടെ കാർഗിൽ മലനിരകളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2.5 വർഷം ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പോയ ഞാനും നിങ്ങളും മറഞ്ഞത് കോക്കസ് പാറകളിലല്ല. ഞാനും നിങ്ങളും മറഞ്ഞത് ഇവിടുത്തെ ഈ കാർഗിൽ മലനിരകളിലല്ല. ഞാനും നിങ്ങളും മറഞ്ഞത് ഇവിടുത്തെ ബങ്കറുകളിൽ അല്ല. പിന്നെ എവിടെയാണ് മറഞ്ഞെന്നറിയാൻ ഈ നാട്ടുകാരോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങളങ്ങോട്ട് പറയാം, അത്യുന്നതൻ്റെ മറവിൽ, സർവശക്തൻ്റെ നിഴലിൽ, അവൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഞങ്ങൾ മറഞ്ഞത്. ഇസ്രായേൽ ജനമേ, 2.5 ലക്ഷം കുടുംബങ്ങളിൽ കുഞ്ഞാണ്ട് ശിരസ് അറക്കപ്പെട്ടപ്പോൾ, ആദിജാതന്മാരുടെ കുരൽ അറക്കപ്പെട്ടപ്പോഴും നിന്റെ കുടുംബത്തിൽ എന്താ സംഹാരം കയറാതിരുന്നത്? നടുക്കെട്ട് കെട്ടിയത് കൊണ്ടാണോ? അല്ലെന്ന്. കാലിൽ ചെരുപ്പിട്ടത് കൊണ്ടാണോ? അല്ലെന്ന്. തിടുക്കത്തോടുകൂടി അപ്പം തിന്നതുകൊണ്ടാണോ? അല്ലെന്ന്. പെസക അപ്പം തിന്ന അല്ലെന്ന്. പിന്നെ എന്താ സംഹാര ദൂതൻ തൊടാതിരുന്ന കാരണം? ഇതെല്ലാം ചെയ്തെങ്കിലും സംഹാരദൂതൻ കയറാത്തതിന്റെ കാരണം കുഞ്ഞാടിന്റെ രക്തം കട്ടലക്കാലിന്റെ മേലും കുറുമ്പടി മേലും പുരട്ടിയത് കൊണ്ടാണെന്ന് ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും? ഞങ്ങളെ രക്ഷിച്ചത് മാസ്ക് അല്ല, ഞങ്ങളെ രക്ഷിച്ചത് സാനിറ്റൈസർ അല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ചുടുനിളം ചൊരിഞ്ഞ യേശുവിന്റെ തനി തങ്കരക്തം ഇന്ന് രാത്രി ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സംരക്ഷിച്ചു. ആ മറവിടമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന ബോധ്യമുള്ളവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്താ ചരിത്രം നൽകിയ മുന്നറിയിപ്പ്? ഒത്തിരി വർഷത്തെ ചരിത്രം പറയാൻ സമയം നമ്മുടെ മുൻപിലില്ല. ഞാൻ ഒരു 14ാമത്തെ നൂറ്റാണ്ട് മുതൽ പെട്ടെന്ന് ഓരോ വാചകത്തിൽ അങ്ങോട്ട് പോരാം. 14ാമത്തെ നൂറ്റാണ്ടിലാണ് ബ്ലാക്ക് ഡെത്ത് ലോകത്തിലുണ്ടായത്. അതായത് ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ഒരു സംഭവം ലോകത്തിലുണ്ടാവും. അത് കുറേ ആളുകൾ ചാവും. അങ്ങനെ ചിലപ്പോൾ ലോകമഹായുദ്ധമായിരിക്കും, ചിലപ്പോൾ ഒരു വൈറസ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദേശീയ ദുരന്തമാകും, ഒരു പ്രളയക്കെടുതിയായിരിക്കും, എന്തെങ്കിലും സംഭവം ഉണ്ടാകും. കുറേ ആൾ, അത് ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. 14ാം നൂറ്റാണ്ടിലാണ് ബ്ലാക്ക് ഡെത്ത് ഉണ്ടായത്. ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ കരിമരണം. അതൊന്നും നമ്മളെ അധികം ബാധിച്ചിട്ടില്ല, കാരണം ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഉണ്ടായതുകൊണ്ടാണ്. കോവിഡ് എല്ലായിടത്തും ബാധിച്ചത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ വന്നതുകൊണ്ടുമാണ്. നമുക്ക് പണ്ട് ഉണ്ടായിരുന്നാണ് വസൂരി എന്നൊക്കെ പറഞ്ഞ അസുഖം പണ്ടുണ്ടായിരുന്നു. വസൂരി എന്നൊക്കെ പറയുന്നത്, വസൂരിയൊക്കെ വന്ന സമയത്ത് ആളുകളെ ഒരു പ്രത്യേക പുരയ്ക്കകത്ത് പാർപ്പിച്ചിരുന്നു. ആ പുരയുടെ പേരാണ്
വീടാണ് പണ്ടാരപ്പുര എന്ന് പറയുന്നത്. അതിനകത്ത് ആളുകൾ കയറിയിരുന്നില്ല. ഭക്ഷണമൊക്കെ കയറിനകത്ത് കെട്ടി എറിഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ അതേ പായിൽ കെട്ടി ഇങ്ങോട്ടിടും. 2 or 3 പേര് അവരെ അടക്കം ചെയ്യും, കത്തിച്ചു കളയായിരുന്നു. അത് തന്നെയല്ലേ കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ചത്, ഇല്ലേ? കല്യാണത്തിന് പോലും 10-15 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അടക്കം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആ വസൂരിക്ക് സമാനമായ സംഭവങ്ങളാണ് ലോകത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. 15, 16, 17 നൂറ്റാണ്ടുകളിലാണ് ഇവിടെ വിപ്ലവങ്ങൾ അരങ്ങേറിയത്. 17ാമത്തെ നൂറ്റാണ്ട് വന്നേക്കും 17, 18 നൂറ്റാണ്ട് വന്നപ്പോഴേക്കും അൾജീരിയയിലെ ഒറാൻ സിറ്റിയെ തച്ചു തകർത്ത പ്ലേഗ് രംഗപ്രവേശനം ചെയ്തു. 19ാമത്തെ നൂറ്റാണ്ടിലാണ് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്. 1914 ആരംഭിച്ച് 1918 11ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1-ാം ലോക മഹായുദ്ധവും ആ നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലുണ്ടായ 2-ാം ലോക മഹായുദ്ധം ലോകമഹായുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു. 20ാമത്തെ നൂറ്റാണ്ട് 21 വന്നപ്പോഴേക്കും പ്രളയങ്ങളുണ്ടായി. പ്രളയമൊക്കെ ഞാൻ പണ്ടും പ്രസംഗിച്ചിട്ടുണ്ട്, സന്ദർഭവശാൽ ഒന്നുകൂടിച്ച് പറയാം. ഇങ്ങനെ ഓരോ നൂറ്റാണ്ടിലും ഓരോ സംഭവം ഉണ്ടായിട്ടും ഞാൻ ചോദിക്കുന്നത്, നമ്മളെന്തെങ്കിലും പഠിച്ചോ? അതാണ്. ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നമ്മളെന്തെങ്കിലും മനസ്സിലാക്കിയോ? ഇനി എന്തോ പഠിക്കാനാ, ഇനി എന്തോ മനസ്സിലാക്കാനാ? എത്ര കൊല്ലമായി സുവിശേഷ പ്രസംഗം കേൾക്കുന്നില്ലേ? ആവർത്തിച്ച് കേട്ട് നല്ല പ്രസംഗമേതാ, മോശപ്പെട്ട പ്രസംഗമേതാ എന്നൊക്കെ വിലയിരുത്തി പോകാനല്ലാതെ നമുക്കൊരു മാറ്റം വരുന്നില്ലെങ്കിൽ എത്ര യോഗം നടത്തിയിട്ട് എന്താ കാര്യം? പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ്, നടത്താതിരിക്കാൻ പറ്റത്തില്ല. ജലപ്രളയം, 44 നദികൾ ഒഴുകുന്ന 45,000-ത്തിലധികം തടാകങ്ങളുള്ള 45.5 ലക്ഷം കിണറുകൾ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിരിക്കുന്ന കണ്ടൽക്കാടുകളുള്ള ഈ കേരളത്തിൽ ജലപ്രളയം ഉണ്ടാകുമെന്ന് അധികമാരും ധരിച്ചു വെച്ചിരുന്നില്ല. എന്നാൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നമ്മളെന്തെങ്കിലും പഠിച്ചോ? എന്ത് പഠിക്കാൻ? എറണാകുളത്തിൻ്റെ സംഭാവന ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ട് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഈ ജലപ്രളയത്തിന് തൊട്ടു മുൻപ് നമ്മുടെ എറണാകുളത്തുള്ള ഒരു ആൻറ്റി പറഞ്ഞത് ഒരു തമാശ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളായിരുന്നു. ലംബോർഗിനി എന്ന് പറഞ്ഞാൽ എന്ത് വണ്ടിയാണെന്ന് എനിക്കും അറിയാൻ മേലായിരുന്നു. കാരണം നമ്മളൊക്കെ ഈ ഒരുമാതിരി ജീവിക്കുന്നവരായതുകൊണ്ട് ഒരു മാരുതി മതിയല്ലോ എന്ന് കരുതിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒരു ആൻറ്റിക്ക് ആഗ്രഹം, ഒരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളായിരുന്നു. പക്ഷേ വഴിയെല്ലാം കുണ്ടും കുഴിയായതുകൊണ്ട് അങ്ങനെ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആ സമയത്ത് ഈ ലംബോർഗിനി വണ്ടി എങ്ങനെ ഇരിക്കുന്നു അറിയാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോഴുണ്ടല്ലോ, ബ്രൂണയിൽ സുൽത്താൻ്റെ വീട്ടിലാണ് ലംബോർഗിനി കിടക്കുന്നത്. 18 മുതൽ 22 വരെയുള്ള ലംബോർഗിനി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ വാനോളം പുകഴ്ത്താനുള്ള സംഭവങ്ങളുണ്ട്. വീടിൻ്റെ ടൈലെല്ലാം സ്വർണം പൂശിയതാണ്. വീടിനകത്ത് പിന്നെ ടൈല് വ്യത്യാസമില്ലല്ലോ. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വാഷ് ബേസിൻ, ക്ലോസറ്റൊക്കെ 24 കാർ, 22 ഈ തനി തങ്കത്തിൽ നിന്ന് കട്ടി കുറയ്ക്കാൻ 19% ചെമ്പ് പൂശിക്കുമ്പോഴാണ് 22.91 എന്നൊക്കെ പറയില്ലേ. അപ്പോൾ 24 ക്യാരറ്റാണ്, സ്വർണ്ണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ലോസറ്റും അതുപോലെ വാഷ് ബേസിനൊക്കെ എന്ന് വായിച്ചപ്പോൾ എൻ്റെ പൊന്നെ, ഒരു പരമാർത്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഒരു പോളക്കണ്ണടച്ചിട്ടില്ല. കാരണം ഇതിൻ്റെയൊക്കെ പുറത്ത് കയറിയിരുന്ന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ഓർത്തിട്ട് ഞാൻ ആകെപ്പാട് വിഷമിച്ചു പോയി എന്നുള്ളതാണല്ലോ പരമാർത്ഥമായ സത്യം. കാരണം ഇത് തനി തങ്കമാണെന്ന് കൂടെ ഓർത്തോളൂ നമ്മൾ. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ, ഞാൻ വൈറ്റിലെ വഴി പോയപ്പോൾ ലംബോർഗിനി വണ്ടി കാണാൻ വേണ്ടി ഷോറൂമിൽ ചെന്നു. അവരെന്നെ കണ്ടപ്പോഴേ മനസ്സിലായി കാണാൻ വന്നതാ, മേടിക്കാൻ വന്നതല്ല എന്ന്. അല്ല, ഞാൻ പറഞ്ഞു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഈ ബോക്സ് പോലേക്ക് ഇതൊരു മൂട്ട സാധനം, അതിനാണ് ഇവിടുത്തെ കോടിക്കണക്കിന് രൂപ എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, അപ്പോൾ ഈ ജലപ്രളയത്തിന് മുമ്പ് ആ ആൻറ്റി പറഞ്ഞു ഒരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളായിരുന്നു. അങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ വന്ന് നമ്മുടെ എറണാകുളത്തും കുറച്ച് വെള്ളം അവിടെയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ, ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ആ ആൻറ്റി കയറിപ്പോയ വണ്ടി നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്, ഒരു ചെരുവത്തിനകത്ത്. ഒരു പക്ഷേ അദ്ദേഹം ഒരു പാഷൻ പോലെ, ഒരു വികാരം പോലെ, ഒരു സ്റ്റൈല് പോലെ കയറിപ്പോയതായിരിക്കും. എന്നാലും എനിക്കതങ്ങ് കണ്ടമാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലംബോർഗിനി ആഗ്രഹിച്ച ആൾ കയറിപ്പോയത് ഒരു ചെരുവത്തിനകത്താണ്. ഇനി അതിനേക്കാൾ രസകരമായ കാര്യം അറിയാമോ? ഒരു ചെരുവം പോലും മേടിക്കാൻ കാശില്ലാത്തൊരു ചേച്ചി കയറിപ്പോയത് ഒരു ഹെലികോപ്റ്ററിനകത്താണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേച്ചി എങ്ങനെ കയറിപ്പോയെന്ന് അറിയാമോ? ഈ ജലപ്രളയം വന്നു കഴിഞ്ഞപ്പോഴേക്കും സഖാവ് പിണറായി വിജയൻ എല്ലാവരും രക്ഷിക്കാനും നിരീക്ഷണത്തിനും വേണ്ടിയിട്ട് ഹെലികോപ്റ്ററുകൾ താണു പറക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ചേച്ചി നോക്കിയപ്പോഴിങ്ങനെ നേരം വെളുത്ത സീൽക്കാര ശബ്ദം കേൾക്കുന്ന റബ്ബറിൻ്റെ ഇലകൾ ആഞ്ഞു വീശുന്നു, തെങ്ങിൻ പട്ടകൾ ആടി ഉലയുന്നു. മുറ്റത്തോട്ട് ചൂലുമായിട്ട് ഇറങ്ങിയപ്പം ഹെലികോപ്റ്റർ താണു പറക്കുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ കാണിച്ചു
ചോദിച്ചു. പെട്ടെന്ന് യുദ്ധമാണെന്നൊക്കെ വിചാരിച്ച് എൻ്റെ TV തുറന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ പറയുന്നു, ആരും ഭയപ്പെടരുത്, അഭിനന്ദനം അറിയിച്ചു വെച്ചാൽ മതി, അഭിവാദ്യം അറിയിച്ചു വെച്ചാൽ മതി, അവർ രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണെന്ന്. എന്നാൽ പിന്നെ ഒരു അഭിവാദ്യം അറിയിച്ചേക്കാമെന്ന് കരുതി 2 കൈയും വീശിയിട്ടും അവർ കണ്ടില്ല. എന്നാൽ പിന്നെ കാണിച്ചിട്ടേ ഉള്ളെന്നും പറഞ്ഞ് പടിഞ്ഞാറ് വശത്തിരുന്ന കോണി കുത്തിച്ചാരി 650 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ മേളിലോട്ട് കയറി അവിടെ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്തതാണ്. അങ്ങാട് പോയ വണ്ടി ഇങ്ങാട് വന്നു. ഈ യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലത്തൊക്കെ കോണി ഇറങ്ങിയതുപോലെ അവരിറങ്ങി വന്നു. ചില സെക്കൻഡുകൾ മാത്രം ചേച്ചി വർത്താനം പറഞ്ഞു, പക്ഷേ അവർക്കൊന്നും മനസ്സിലായില്ല. ചേച്ചി മലയാളത്തിലും അവർ ഹിന്ദിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തവളയെ പിടിച്ച് ആക്കനകത്ത് ഇടുന്ന പോലെ ചേച്ചിയെ പിടിച്ചിട്ട് അവർ നേരെ ട്രിവാൻഡ്രത്തിന് വെച്ച് പിടിച്ചു. ആ ചേച്ചിയുടെ വോയിസ് ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടിരുന്നല്ലോ. ഇനി കവി ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം: മാളിക മുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ലംബോർഗിനി മേടിക്കാൻ ആഗ്രഹിച്ചവർ ചെരുവത്തിനകത്ത് കയറി, ചെരുവം മേടിക്കാൻ ആഗ്രഹിച്ചവർ ഹെലികോപ്റ്ററിനകത്തും കയറി. ആളുകളുടെ ഭാവങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞല്ലേ പ്രിയപ്പെട്ടവർ. പുഴയുടെ തീരത്ത് എന്നാ ഡിമാൻഡായിരുന്നു, എന്നാ ഡിമാൻഡാ. ആളുകൾ പുഴയുടെ തീരത്ത് വരുമ്പോഴാണ് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് കുപ്പിവെള്ളം വലിച്ചെറിയുക, ഛർദ്ദിച്ചതൊക്കെ അടക്കി പിടിച്ച് വെച്ചേക്കുക, പ്ലാസ്റ്റിക് കൂടിനകത്ത് ഒരു കൊട്ടാരക്കാർക്കാർ പ്രവാചനം അഴിക്കാൻ മേലാത്ത കടുംകെട്ടും കെട്ടി വെച്ചേക്കുക, അതെല്ലാം കൂടെ പുഴയിലേക്ക് വലിച്ചെറിയുക. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്നാണ് പഴഞ്ചൊല്ല്. പക്ഷേ ജലപ്രളയം കഴിഞ്ഞപ്പോൾ കൊടുത്താൽ ഇല്ലത്തേക്കാണ് വന്നത്. പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ മുഴുവൻ സാധനങ്ങളും അടുക്കളയിൽ കൊണ്ടുവന്ന് അട്ടിയായി വെച്ച് തന്നേച്ചാണ് വെള്ളം ഇറങ്ങിപ്പോയത്. നമ്മൾ എറിഞ്ഞ സകല കുപ്പികളും നമ്മുടെ വീട്ടിനകത്തുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴയുടെ തീരത്തുള്ള ഒരു വീട്ടുകാരൻ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്രത്തിൽ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ആലപ്പുഴ മുട്ട് ആലുവ പുഴയുടെ തീരത്ത് 2 നില ബിൽഡിംഗ് വിൽപ്പനയ്ക്ക്. അതായത് ജലപ്രളയത്തിന് ശേഷമാട്ടോ. താഴെ വില എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും തന്നാൽ മതിയെന്ന്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ആർക്കൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നെന്ന്. എന്തെങ്കിലും നമ്മൾ പഠിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പഠിക്കാനാ പ്രിയപ്പെട്ടവർ? ഈ ജലപ്രളയത്തിന് മുൻപ് ഞാനൊരു വീട് അങ്കമാലി മേടിച്ചു. എന്നെ പറഞ്ഞു, ഈ പാസ് എവിടെ ചെന്നായി വീട് മേടിച്ചേക്കണേ, ഒരു മലയുടെ മണ്ടയ്ക്കാളെന്നൊക്കെ പറഞ്ഞ് കുറ്റമൊക്കെ പറഞ്ഞ് ജോയി. എന്തായാലും ഇത് കഴിഞ്ഞ് 16-ാം ദിവസമാണ് ജലപ്രളയം വന്നപ്പോൾ എന്നോട് പറയുക, ആ വീട് കൊടുക്കണ്ട കേട്ടോ, അത് വളരെ സുരക്ഷിതമായ വീടാണ്. ഏതായാലും ജലപ്രളയം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അതിന് മുൻപൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തുള്ളൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര പുലിയാണല്ലേ? ഞാൻ പറഞ്ഞില്ല. എൻ്റെ മക്കൾ പറഞ്ഞു, ഇവിടെ അടുത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ആൾ ഭയങ്കര പ്രശസ്തനാണെന്ന്. പിള്ളേർ യൂട്യൂബൊക്കെ എടുത്ത് പാസ്റ്റർ പ്രസംഗം കാണിച്ച് ഭയങ്കര ഗംഭീര പ്രസംഗമാണല്ലോ. അത് ശരി, അപ്പം 10 പേര് അറിയുന്ന ആളാണൊക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാനിങ്ങനെ പരിചയപ്പെട്ടു എന്ന് കരുതിയിട്ട് നാളെ തന്നെ കെട്ടിയെടുത്തോണ്ട് എൻ്റെ വീട്ടിലോട്ടൊന്നും കയറി വന്നേക്കരുത്. കാരണം നിങ്ങൾ വീട്ടിൽ കയറിയാൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ സഭയിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീട്ടിലോട്ടൊന്നും കയറി വന്നേക്കരുത്, വഴിയിൽ വെച്ചുള്ള സൗഹൃദം മതി. അത്രയൊക്കെ ആർക്കും സഹിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അടുത്ത വാക്ക് കേട്ടോ എന്നറിയാമ്പം, പാസ്റ്റർ ഞാൻ പെന്തിക്കോസ് ഹോളിൽ കയറുകയില്ല, പാസ്റ്റർ മരിച്ച്. ഓരോരുത്തരുടെ പദപ്രയോഗം കാണണം. എനിക്കന്ന് 10-51 വയസ്സേ ഉള്ളൂ, അങ്ങേർക്കന്ന് 81 വയസ്സ്. പക്ഷെ പുള്ളി പറഞ്ഞ് ഞാൻ മരിച്ചു. എന്തൊരാഗ്രഹമാണെന്ന് നോക്കി. എന്നാൽ ഇരിക്കട്ടെ, ഞാൻ മരിച്ച് ആ ഡെഡ് ബോഡി പെന്തിക്കോസിൻ്റെ ഹോളിൽ വെച്ചാൽ അത് കാണാൻ പോലും ഞാൻ അകത്ത് കയറി വരികയില്ല. കാരണം പെന്തിക്കോസുകാരുടെ ഭയങ്കര എതിർപ്പാണ് എനിക്ക്. ഞാൻ അവിടുത്തെ ഡെഡ് ബോഡി പുറത്തോട്ടെടുക്കുമ്പം സക്കായി മരത്തിൻ്റെ മേളിൽ നിന്ന് കണ്ടതുപോലെ ഞാൻ കയ്യാലപ്പുറത്ത് നോക്കി പാസിൻ്റെ മുഖം കണ്ടോളാം. ഈ സുവിശേഷത്തിനൊക്കെ എതിരൊക്കെ പറയാമെങ്കിലും ഇങ്ങനെയൊക്കെ അറം പറ്റുന്ന വാക്ക് പറയുന്നൊരു മോശമല്ലേ? എന്നാലും സന്ദർഭത്തിൽ സംഭവം പറയാം. ഈ ജലപ്രളയം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മക്കളെ കൂടി ഇങ്ങനെ പല സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭാവനകളും സഹായങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് കൊടുക്കുക. IPCയിലെ 3-4 പാസ്റ്റർമാരെ കൊരട്ടി ദേവമാതാ പള്ളിയിലുണ്ടായിരുന്നു. ഞങ്ങൾ IPCക്കാരാന്ന് പറഞ്ഞ് പള്ളി കയറാതിരിക്കാൻ പറ്റുമോ വെള്ളം പൊങ്ങുമ്പോൾ? അപ്പോൾ അവരെല്ലാം അതിനകത്ത് കയറി. അതിൻ്റെ SNDP ഹോളിനകത്ത് ആളുകളുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അങ്ങനെ AG ചർച്ചിനകത്ത് ഞങ്ങൾ എന്ന് കുറച്ച് സംഭാവനയൊക്കെ കൊടുത്ത് പറഞ്ഞു ഒരു പ്രസംഗം നടത്തുക. ജലപ്രളയം എന്ന് പറയുന്നത് ഇതൊരു നിസ്സാര ജലപ്രളയമാണ്. ഈ ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ നശിപ്പിക്കുകയില്ലെന്ന് വചനത്തിലുണ്ട്. അതുകൊണ്ട് ഇനി തീ കൊണ്ടാണ് നശിപ്പിക്കുന്നത്. നിങ്ങളാരും പേടിക്കണ്ട, മക്കളെയൊക്കെ കണ്ടെത്താം. ഒരു ദിവസം ഇവിടെ കിടക്ക്, ഞാൻ ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. അപ്പോൾ ഒരു അപ്പച്ചൻ പറയാം, എന്തിനാ ഭാഷയെ നാളെ ആക്കുന്നേ, ബാക്കിയും കൂടെ ഇന്ന് പറഞ്ഞേച്ചു പോകാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഒരു പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് നോക്കിയപ്പോൾ ആരാന്നറിയാമോ? അങ്ങേരാണ്. ഏതങ്ങേര്? പാസ്റ്റർ ചത്താൽ പോലും ഞാനൊരു സഭാഹാളിൽ കാല് കുത്തുകയില്ല എന്ന് പറഞ്ഞ അപ്പച്ചൻ പെന്തിക്കോസ് ഹോളിൽ കയറിയിരുന്ന് ഞങ്ങൾ കൊടുത്ത കഞ്ഞിയും പേരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് 3 ദിവസം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? എൻ്റെതായ ഭാഷയിൽ അങ്ങോട്ട് ചേർത്ത് പറയാം, പുച്ഛിക്കുന്നതിനെ
ചുംബിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. പുറങ്കാല് കൊണ്ട് തട്ടിക്കളയുന്നതിനെ കരങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുന്നവനാണ് ദൈവം. ഈ വേദപുസ്തകം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇത് കീറി കടല പൊതിയാൻ കൊടുത്താൽ നിന്റെ കീറിപ്പറഞ്ഞ നെഞ്ചത്തെ ഈ പുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്ന കാലം വരും. ഈ പാസ്റ്റർ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടണ്ടെന്ന് പറഞ്ഞ് പട്ടിയെ അഴിച്ചുവിട്ടാൽ ആ പാസ്റ്റർ വിളിച്ചോണ്ട് വാ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ പറയട്ടെ, അധരങ്ങൾ കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതേ അധരങ്ങൾ കൊണ്ട് സുവിശേഷത്തെ ആലിംഗനം ചെയ്യുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരും എന്ന് ഞാൻ പറഞ്ഞാൽ അനുഭവിക്കുന്നവരും അംഗീകരിക്കുന്നവരും എന്നോട് ചേർന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രിയിൽ ചരിത്രം നൽകിയ മുന്നറിയിപ്പുകളാണ് നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ. ഇനി അങ്ങനെയാണെങ്കിൽ ഓരോ നൂറ്റാണ്ടിലും ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവും. 14, 15, 16, 17, 18, 19, 20, 21, 22, 23 എല്ലാത്തിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, അടുത്ത നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തം എന്തായിരിക്കും? ദുരന്തം എന്ന് ഞങ്ങൾ പേരിടത്തില്ല. ദുരന്തത്തിനകത്ത് ഞങ്ങൾക്കൊരു സന്തോഷവുമുണ്ട്. അത് മറ്റൊന്നുമായിരിക്കാൻ വകുപ്പില്ല. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമായിരിക്കും. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇതിഹാസ പുരുഷന്മാരും ചരിത്രകാരന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് മുന്നറിയിപ്പുകൾ അവർ നൽകിയിരുന്നു. ഞാൻ ഒത്തിരി പേരെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് 2 പേരെ കുറിച്ച് പറയാം. ഒന്ന്, 1935 UK നീൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു നാടകം ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വാട്സാപ്പിൽ കൂടെ പ്രചരിച്ചിരുന്നു. നാടക നിർമ്മാണ കൂടസ്ഥനായ വില്യം ഷേക്സ്പിയറിൻ്റെ നാട്ടുകാരനാണ് നീൽ ഗ്രാൻഡ്. അദ്ദേഹം എഴുതിയ നാടകത്തിൻ്റെ ഇതിവൃത്തം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ഒരു വൈറസ് ലോകത്തിലെങ്ങാനും വ്യാപരിച്ചു എല്ലായിടത്തും. മനുഷ്യരെ അല്ല, മൃഗങ്ങളെ, ഇഴജാതികളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് വൈറസിനെ പുറത്ത് വിട്ടത്. പക്ഷേ ഉന്നം തെറ്റിപ്പോയി, മനുഷ്യരെല്ലാവരും മരിച്ചു, മൃഗങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മനുഷ്യരെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെല്ലാം ചേർന്ന് ഒരു യോഗം നടത്തി. ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന വൈറസാണ്. അപ്പോൾ സിംഹമുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ചോദിച്ചു, ഈ മനുഷ്യരൊക്കെ എങ്ങനെയോ വൈറസ് വന്ന് ചത്തുപോകുന്നത് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ യോഗത്തിൽ വന്നവർ ശ്രദ്ധിച്ചോളേ, നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും കോഴിയും കുരങ്ങും താറാവും ഒക്കെ നമ്മളെക്കുറിച്ച് പറയുന്ന കമൻ്റ് എന്താണെന്നറിയാൻ 2 ചെവിയും വട്ടം പിടിച്ച് കെട്ടിയിരുന്നോളും. ആദ്യം എഴുന്നേറ്റത് കുതിരയാണ്. കുതിര പറഞ്ഞു, മനുഷ്യൻ ഇങ്ങനെ ചാവുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. എന്താ കാര്യം? അടങ്ങി ഒതുങ്ങി കിടക്കുന്ന എന്നെ ആടയാഭരണങ്ങൾ അണിയിച്ചൊരുക്കി അതിർത്തിയിലേക്ക് കൊണ്ടുപോയി ഉറയിൽ കിടന്ന വാൾ ഒരു വെട്ടി നശിപ്പിച്ച് ഈ ചോരപ്പുഴ കണ്ടാലാണ് മനുഷ്യന് സമാധാനമുള്ളൂ. എന്തിനാണ് ഇവരിങ്ങനെ അതിർത്തി മാന്തുന്നത്? പാകിസ്ഥാൻ്റെ മണ്ണിൽ ഗോതമ്പ് വിതച്ച് തീർന്നിട്ടില്ല. അവൻ കാർഗിൽ വന്നിരുന്ന് മാന്തുക, അവൻ അവിടെ മാന്തുന്നു, നമ്മളിവിടെ അതിരും മാന്തുന്നു, രണ്ടും മാന്തല. അതുകൊണ്ട് ഈ അതിർത്തി, ഈ ആവേശം, ഈ ആക്രാന്തം ഇവൻ അവസാനിപ്പിക്കണം. കുതിരയുടെ കമൻ്റ് അതാണ്. സിംഹം പറഞ്ഞ കമൻ്റ് എന്താണെന്നറിയാമോ? ഈ മനുഷ്യനെ ഉണ്ടായ കാലം മുതൽ എന്നെ വിളിക്കുന്നത് ഹിംസ്രജീവി എന്നാണ്. ഞാൻ അവരോട് എന്ത് തെറ്റിയെന്നേ പറഞ്ഞ്, ഈ ഇരിക്കുന്ന നിങ്ങളോട് ആരെങ്കിലും സിംഹം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മളതിനെ വിളിക്കുന്ന ക്രൂര മൃഗമെന്നാണ്. പുള്ളി പറഞ്ഞെന്നറിയാമോ? ഞാനെന്ത് ക്രൂരത ചെയ്തു? എനിക്ക് വിശക്കുമ്പോൾ ഞാനൊരു പാവപ്പെട്ട മാൻകുട്ടിയുടെ മേത്ത് പറന്ന് വീഴുന്നു, കോമ്പല്ല കുത്തിയിറക്കുന്നു, അതിനെ കടിച്ചു പറിച്ച് തിന്നുന്നു, ബാക്കിയുള്ളവർ ഇട്ടേച്ച് പോകുന്നു. ഇതല്ലേ ഞാൻ ചെയ്യുന്നത്? ഞാൻ 100 മാൻകുട്ടികളുണ്ടെങ്കിൽ 1 ലക്ഷ്യം വെക്കുന്നു, 99 വിടുന്നു. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ തിന്നൊക്കെ ബാക്കി വെച്ചേക്കാണോ? അല്ല, നിങ്ങൾ ഇന്നെല്ലാം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയല്ലേ. സന്ധ്യയായി ഉഷസമായി 7-ാം ദിവസം വരെ ബൈബിളിലുള്ളൂ. ഫ്രിഡ്ജ് വന്ന ശേഷം 8-ാം ദിവസം 2-ാം വാരം സെഞ്ചുറിയൊക്കെ അടിക്കുന്ന കുടുംബങ്ങളും ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ചില ആളുകളുടെ ഫ്രിഡ്ജ് തുറക്കുന്നതും വെളിപ്പാട് ദിവസം 19-ാം അധ്യായം തുറക്കുന്നതും ഒരുപോലെ. അഗാധ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി എന്ന് പറയുന്ന പോലെ കറിവേപ്പിലടക്കം അതിനകത്ത് കയറ്റി വെച്ചിരിക്കുക. എൻ്റെ വിശപ്പ് കഴിഞ്ഞാൽ ഒരു മാൻകുട്ടി അതിൽ പോയാലും ഞാൻ നോക്കാറില്ല. അതാണോ മനുഷ്യൻ്റെ സ്ഥിതി? അല്ല. അവൻ ദിവസത്തിൽ 7 പ്രാവശ്യം ശാപ്പാട് കഴിക്കുന്നത്. രാവിലെ പല്ലൊന്നും തേക്കാതെ വിടക്ക് അടക്കം കുടിക്കുന്ന കാപ്പിക്ക് വിടക്ക് കാപ്പി എന്നാണ് മലയാളത്തിൽ. നമ്മളത് ഇംഗ്ലീഷിൽ വിളിച്ച സ്റ്റാൻഡേർഡാക്കി ബെഡ് കോഫി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നീട് നമുക്കറിയാമല്ലോ, അപ്പൻ ആണ്ട പുട്ടും പപ്പടവും ഒക്കെ തിന്നിച്ചു പോയി. പപ്പടം വെളിച്ചെണ്ണയ്ക്കകത്ത് മുങ്ങിയില്ല, അപ്പോൾ ചായ തിന്നിച്ചു പോകും. എനിക്ക് വേണ്ടടി, ഞാൻ പെട്ടെന്ന് പോവുക, കളയണ്ടല്ലോ എന്ന് കരുതി
നമ്മൾ തിന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ പെങ്കൊച്ചു വന്ന് ചോദിച്ചു, മമ്മി ഞാൻ പോവുകയാണ്, നൂഡിൽസ് കഴിച്ചിട്ട് പോടി, കൂട്ടുകാരി ഒന്ന് ഹോണടിക്കുന്നു, അവൾ പോയി കളയണ്ടല്ലോ എന്ന് കരുതി നമ്മൾ തിന്നു. അങ്ങനെ ഈ ബാക്കി വരുന്നതെല്ലാം നമ്മൾ തിന്നുകയാണ്. പിന്നെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇച്ചിരി പേസ്റ്റ് കൊടുത്ത് 4 വശമൊക്കെ തുപ്പി. ഈ പ്രാവശ്യം അമ്പണങ്ങ ഉണ്ടായിട്ടില്ല, അവിടെ തുപ്പി ഇവിടെ തുപ്പി. അങ്ങനെ വന്നിച്ചൊരു അര ദോശ നമ്മൾ കഴിച്ചാൽ മുക്കാൽ ചാക്കാട്ടിരിക്കുകയാണല്ലോ. അതാണ് മൂന്നാമത്തേത്. ഉച്ചയ്ക്കൊന്ന് 4, 4 മണിക്കൊന്ന് 5, വൈകിട്ടൊന്ന് 6. അപ്പോൾ 6 നേരത്തെ ഭക്ഷണമാണോ? അല്ല, 7ാമത്തെ നേരവും കൂടി ഉണ്ട്. ഏതാ 7ാമത്തെ നേരം? എല്ലാ വീട്ടിലും ഇല്ല കേട്ടോ, തീരെ പാവപ്പെട്ട വീട്ടിൽ 7ാമത്തെ നേരം ഉള്ളൂ. കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല്. ഒരു ഗ്ലാസ്സിന് എന്നാ ഗ്ലാസ്സാന്ന് കരുതിയ പുട്ടും കുട്ടിയുടെ നീളമുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് പാല്, ഹോർലിക്സോ ഓൺവിറ്റോ ഇട്ടാലിട്ടു. 4 കശുവണ്ടി പരിപ്പ്, 5 ബദാം പരിപ്പ്. പിന്നെ പിള്ളേർ ഗൾഫിൽ നിന്ന് വന്നപ്പം വെട്ടിയാൽ വേർതിരില്ലാത്ത ഈന്തപ്പഴം ഇതുവരെ വെട്ടി വേർതിരിച്ചിട്ടില്ല, അതൊരു 4 തിന്നു. ഒരു പാക്കറ്റ് വെണ്ണു മേടിച്ച് പാലിൽ മുക്കിയതാണ്, 1 മതി. 3 ഇരിക്കുന്നു, ഉറുമ്പ് കയറും, കളയണ്ടല്ലോ എന്ന് കരുതി അതും തിന്നു. മൊത്തം ഒരു 450 ഗ്രാം. അങ്ങനെ 7 പ്രാവശ്യം തിന്നുന്ന മനുഷ്യനെ കണ്ടപ്പോൾ സിംഹം പറയുകയാണ്, ഇവൻ ഈ ഒടുക്കത്തെ തീറ്റ, മുടിഞ്ഞ തീറ്റ, ഇവൻ ഇത് സംഭവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പക്ഷി മൃഗാദികളും പറയുകയാണ്. കുരങ്ങൻ പറഞ്ഞ എന്നാന്നറിയാമോ? ഈ മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഈ ഡാർവിൻ്റെ സിദ്ധാന്തം വന്ന ശേഷം ഈ പുള്ളി പറയുക, ഞങ്ങളുടെ കുടുംബക്കാരാ വരുന്നത്, ഈ ആലുക്കാസ് കുഞ്ഞിട്ടിക്കുടി എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ എടാ നിനക്ക് നാണമുണ്ടോടാ ഞങ്ങളുടെ കുടുംബക്കാരാന്ന് പറയാൻ? ശരിയല്ലേ? ഒരു കണക്ക് ചിന്തിച്ച ഈ കുരങ്ങൻ്റെ ഒക്കെ യൂണിറ്റ് നമുക്കുണ്ട്. വടക്കേന്ത്യയിൽ ഒരു കുരങ്ങൻ്റെ കുഞ്ഞിനെ ഒരു ഗ്രാമത്തിലെ പട്ടി കൊണ്ടുപോയി കടിച്ചു കൊന്നു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? പിറ്റേ ദിവസം ആ ഗ്രാമത്തിലുള്ള മുഴുവൻ കുരങ്ങന്മാരും ഇറങ്ങി ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പട്ടിക്കുഞ്ഞുങ്ങളെയും കടിച്ചെടുത്തുകൊണ്ട് പോയി മരത്തിൻ്റെ മേളിൽ കൊണ്ടുപോയി താഴോട്ടിട്ട് കൊന്നു കളഞ്ഞു. ക്രൂരമായ സ്വഭാവമായി പോയി. എങ്കിൽ പോലും ആ യൂണിറ്റിയെ നമ്മളൊന്ന് സമ്മതിച്ചല്ലേ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുരങ്ങൻ പറയുകയാണ്, ഞങ്ങളുടെ യൂണിറ്റ് നിങ്ങൾക്കുണ്ടോടാ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറയരുത്, ഞങ്ങളുടെ കുടുംബക്കാരാണെന്ന് പറയരുത്, നാണമില്ലോടാ പറയാൻ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മൃഗങ്ങളും മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കാറില്ല, കരയാറില്ല. പക്ഷെ കുരങ്ങൻ മാത്രം നമ്മളെ കാണുമ്പം പല്ലിളിച്ച് കാണിക്കും. എന്ന് പറഞ്ഞറിയാമോ? നാണമുണ്ടോടാ നിനക്ക് ഞങ്ങളുടെ കുടുംബക്കാരാണെന്ന് പറയാൻ. അതിന് പകരമാണ് ഈ പല്ലിളിച്ച് കാണിക്കുന്നത്. പക്ഷികൾ, ലവ് ബേഡ്സ് പറഞ്ഞെന്നറിയാമോ? ആകാശത്തിൽ പറന്നു നടക്കേണ്ടവരാണ് ഞങ്ങൾ. പക്ഷീണാം ബലം ആകാശം, മത്സ്യാനാം ഉദകം ബലം, നിർബലസ്യ ബലം രാജാ ബാലനാം രോദനം ബലം. പക്ഷികൾക്ക് ആകാശമാണ് ബലം, കുട്ടികൾക്ക് കരയുന്നതാണ് ബലം, മത്സ്യങ്ങൾക്ക് വെള്ളമുള്ള ദിക്കിലാണ് ബലം, അവശരായ ആളുകൾക്ക് രാജാക്കന്മാരാണ് ബലം. അനന്തവിഹായസിൽ പറന്നു നടക്കേണ്ട ഞങ്ങളെ പിടിച്ച് നീ ലേലത്തിൽ പിടിച്ച് കൂട്ടിനകത്താക്കി 2-3 മീറ്റർ നീളം വരുന്ന ഒരു കൂട്ടിനകത്താക്കി കാഷ്ടം ശേഖരിക്കാൻ കുടവും വെച്ച് നേരം വെളുത്ത് വന്ന് ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. നീ എന്നിട്ട് നിന്റെ ഇന്നോവയ്ക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ മേടിച്ച് തട്ടേക്കാട് പോകുന്നു, കാസർഗോഡ് പോകുന്നു, തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പെട്രോൾ അടിക്കാതെ പറക്കാൻ ഞങ്ങൾക്ക് ചെറുത് തന്നിട്ട് ഞങ്ങളെ പിടിച്ച് കൂട്ടിനകത്താക്കി നീ പെട്രോൾ അടിച്ച് നിനക്കിത് വരണമിടാ എന്നാണ് ലവ് ബേഡ്സ് പറഞ്ഞത്. ഈ പ്രസംഗമെല്ലാം കേട്ടിട്ട് ആർക്കെങ്കിലും ആ കൂട് തുറന്ന് വിടാൻ ഒരു മനസ്സലിവ് തോന്നിയെങ്കിൽ അതൊരു മാനസാന്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി അങ്ങനെ വന്ന് പാമ്പ് പറയുകയാണ്, ഇവന് ഏതും തോട്ടം കൊടുത്താൽ ഇവനിതിനെ മലീമസമാക്കും. ആ നാടകം അവസാനിക്കുന്നത് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് ഓടി വരുന്നു, ഒരു ദൂതൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, അവനെ കൊണ്ടുപോകാൻ തുടങ്ങുന്നു, മാനസാന്തരപ്പെട്ട് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, 90 കൊല്ലം മുൻപ് 1935 നീൽ ഗ്രാൻഡ് എഴുതിയ ആ നാടകം നമുക്കൊരു മുന്നറിയിപ്പായിരുന്നില്ലേ? ആയിരുന്നു. നിങ്ങൾക്ക് നോസ്ട്രദാമസിനെ കുറിച്ച് അറിയാമല്ലോ. ലെസ് പ്രൊഫസിസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ വരുന്ന 1000 കൊല്ലം കൊണ്ട് ലോകത്തിൽ നടക്കേണ്ട 3000 പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ലെസ് പ്രൊഫസിസ്. അതിനകത്താണ് ഇന്ദിരാഗാന്ധിയുടെ മരണം, അതിനകത്താണ് രാജീവ് ഗാന്ധിയുടെ മരണം, അതിനകത്താണ് ലണ്ടനിലുള്ള അഗ്നിബാധ, പോപ്പിന് എതിരെയുള്ള വധശ്രമം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച്, വേൾഡ് ട്രേഡ് സെൻറ്റർ സെപ്റ്റംബർ 11 കുറിച്ച്. എന്തിനേറെ പറയുന്നു, 2019 ഒരു വൈറസ് ലോകത്തിലേക്ക് വരുമെന്നും മരുന്ന് കണ്ടുപിടിക്കത്തില്ലെന്നും 2025 വരെ അതിനെ മനുഷ്യൻ പ്രതിരോധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. ഇനി മറ്റൊരു കാര്യം, 2014 മുതൽ 25 വരെ ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ഭരിക്കുമെന്ന് നോസ്ട്രദാമസ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട BJPയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി 2ാം പ്രാവശ്യം ഭരണരംഗത്ത് തിരികെ വന്നപ്പോൾ മലയാള മനോരമ നോസ്ട്രദാമസിന്റെ പ്രവചനങ്ങൾ ശരിവെച്ചുകൊണ്ട് മനോരമയുടെ ഫ്രണ്ടത്തെ പേജിൽ അത് കൊടുത്ത് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ എന്നെ കാണാൻ വരണ്ട, ഞാൻ ഇവിടെ കാണത്തില്ല. പിറ്റേ ദിവസം ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ അടക്കി. രാജാവ് ചോദിച്ചു, എവിടെ ലെസ് പ്രൊഫസീസ്? അദ്ദേഹത്തിൻ്റെ പരിചാരകൻ പറഞ്ഞ കാര്യം ഇതാണ്, കോട്ടിൻ്റെ പോക്കറ്റിൽ കാണും.
ശവകുടീരം തുറന്ന് ആ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ഗ്രന്ഥമെടുക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ മരിച്ച ഇത്രാമത്തെ ദിവസം നിങ്ങൾ എൻ്റെ ശവക്കല്ലറ കുത്തി തുറന്ന് പോക്കറ്റിൽ നിന്ന് ലെസ് പ്രോഫസ് എടുത്ത് വായിക്കും. അതാണ് ആദ്യം കണ്ട പ്രവചനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ 2 ആളുകളെയും ബൈബിളിലേക്ക് കൊണ്ടുവരികയാണ്. നോസ്ട്രദാമസിൻ്റെ പ്രവചനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നോസ്ട്രദാമസിനെ പ്രസംഗിക്കാത്തത്. 2000 ലോകം അവസാനിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ ചുവട് പിടിച്ച് KM റോയ് സാർ മംഗളം എന്ന് പറയുന്ന വാരികയിൽ ഇനി 9 വർഷങ്ങൾ മാത്രമെന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. നീൽ ഗ്രാൻഡിൻ്റെ നാടകങ്ങൾ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഇതിഹാസ പുരുഷന്മാർ പാളിപ്പോകുമ്പോൾ, ദാർശനിക ഗ്രന്ഥങ്ങൾ അടിയറവ് പറയുമ്പോൾ, വേദപുസ്തകം മാത്രമാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിപഥത്തിൽ എത്തിച്ചിട്ടുള്ളൂ. ബൈബിളിൻ്റെ 1-ാമത്തെ വാക്യം അറിയാമോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോകത്തിൻ്റെ 4 ഭാഗത്ത് നിന്നുകൊണ്ട് ആളുകൾ 4000 ചോദ്യം ചോദിക്കുക. 1-ാമത്തെ ചോദ്യം എന്നാണാവോ? ഉത്തരം ആദിയിലാണ്. 2-ാമത്തെ ചോദ്യം ആരാണാവോ? ഉത്തരം ദൈവമാണ്. 3-ാമത്തെ ചോദ്യം എന്താണാവോ? ആകാശവും ഭൂമിയുമാണ്. 4-ാമത്തെ ചോദ്യം എങ്ങനെയാണാവോ? പൊട്ടിത്തെറിച്ചതല്ല, സൃഷ്ടിച്ചതാണ്, ഉണ്ടാക്കിയതാണ്. ലോകത്തിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കും ആധികാരികമായി മറുപടി നൽകുന്ന ഈ വേദപുസ്തകം അവസാനിക്കുന്ന പദം നിങ്ങൾ കണ്ടോ? 300 പേജ് പിന്നിടുമ്പോൾ ഡാർവിന്റെ സിദ്ധാന്തത്തിൽ ഊഹിക്കുന്നു, അനുമാനിക്കുന്നു എന്ന് 312 പരം പ്രാവശ്യം പറയുമ്പോൾ ആദിയിൽ എന്ന് തുടങ്ങുന്ന ബൈബിൾ അവസാനിക്കുന്ന പദം ആമേൻ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. 1100 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ ആമേൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കരുത്തുള്ളൊരു പുസ്തകം ഞങ്ങൾ പറയുന്ന വേദപുസ്തകമല്ലാതെ വേറെ ഒരു പുസ്തകമില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ആധികാരികമായി വിളിച്ചു പറയുന്നു. 4-ാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രസംഗകരും പ്രവാചകന്മാരൊക്കെ പറഞ്ഞിരുന്നു ലോകം അവസാനിക്കാൻ പോവുകയാണ്. അതൊക്കെ പറഞ്ഞു വിട്ടാൽ ഒത്തിരി സമയമാകും. അതുകൊണ്ട് എൻ്റെ സമയത്തിൻ്റെ പരിമിതി നിർത്തിയേ പറ്റത്തുള്ളൂ. വേഗം പറയാം. നമ്മുടെ ആളിൽ എന്ത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കത്തില്ല. പെന്തിക്കോസിലെ ഉപദേശമാരെല്ലാം പറഞ്ഞാൽ പറയും അവൻ്റെ തലയ്ക്ക് വിവരമില്ല, അവന് വിദ്യാഭ്യാസമില്ല, അവന് ബോധമില്ലെന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആരാ പ്രസംഗിക്കുന്നത്? ജോയി പാറയ്ക്കൽ. അങ്ങനെ ചിന്തിക്കരുത്. ആരാ പാടുന്നത്? റൂബൻ ബാസവോ? ഫോർട്ട് കൊച്ചിക്കാരനല്ലേ ജോയി പാറയ്ക്കൽ. അങ്ങനെ ചിന്തിക്കരുത്. അബ്രഹാമിന്റെ കൂടാരവാതിക്കൽ 3 പേരാണ് വന്നത്. പക്ഷേ ഒരാൾ യഹോവയാണെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ചെന്നേച്ചു പറഞ്ഞത് യജമാനന്മാരെ എന്നല്ല വിളിച്ചത്, യജമാനനെ. ഒരാളെ വിളിച്ചിട്ടുള്ളൂ. കാരണം മമ്രയുടെ തോപ്പിൽ കീബോർഡിന് 8-ാമത്തെ കട്ടയിൽ പിടിക്കാതെ, ഒരു ടാമറിൻ ഇല്ലാതെ, ആമേൻ പറയാൻ ആളില്ലാതെ, സങ്കീർത്തന വാക്യപ്രതിവാക്യമായി വായിക്കുവാൻ ആളില്ലാതെ, മുഴങ്കാൽ മടക്കുമ്പോൾ യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്നത് അവൻ അന്തരാത്മാവിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ദൈവം കൂടാരവാതിക്കൽ വന്നപ്പോൾ അതിൽ ഒരാൾ യഹോവയാണെന്ന് അവനെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് വെസ്റ്റ് ക്രിസ്ത്യൻ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 4-ാമത്തെ രാത്രിയിൽ, ഈ രാത്രിയിൽ ജോയി പാറയ്ക്കൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ പിറകിൽ രൂപൻ പാസ്റ്റർ പാടുമ്പോൾ ആ പാട്ടിന്റെ പിറകിൽ ഇവിടെ കീബോർഡിൽ വിരലമർത്തുമ്പോൾ ഈ രാഗത്തിന് പിറകിൽ, ഈ താളത്തിന് പിറകിൽ, ഈ ശ്രുതിക്കും ലയത്തിനും പിറകിൽ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പിറകിൽ ഈ ദേശത്തോടുള്ള ദൈവിക സന്ദേശവുമായി കാലഘട്ടത്തിന്റെ പ്രവാചകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് സംസാരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതൊരു ദൂതായി മാറുകയുള്ളൂ. അത് ഏറ്റെടുത്താൽ മാത്രമേ അത് നമുക്ക് പ്രയോജനകരമായി മാറുകയുള്ളൂ. ഞാൻ അവസാനത്തെ കാര്യത്തിലേക്ക് വരികയാണ്. എന്താ അവസാനത്തെ കാര്യമെന്നറിയാമല്ലോ? അത് പറയാനായിരുന്നു ഒത്തിരി സമയം വേണ്ടിയത്. മുന്നറിയിപ്പുകൾ. 1, മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് നൽകി മാരകമായ രോഗങ്ങളും പ്രശ്നങ്ങളും ലോകത്തിൽ ഉണ്ടാകുമെന്ന്. 2, ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി. 3, ഇതിഹാസ പുരുഷന്മാരും ദാർശനിക ഗ്രന്ഥങ്ങളും മുന്നറിയിപ്പ് നൽകി. 4, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രസംഗകരും പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകി. ഫൈനൽ 5-ാമത്തെ കാര്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമഹായുദ്ധങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ നടക്കുന്നൊരു യുദ്ധമുണ്ട്. ഏത് യുദ്ധമാണത്? ഇസ്രായേൽ ഹമാസ്. നമ്മൾ ആർക്കും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നും പ്രസംഗിക്കുകയല്ല. പ്രത്യേകിച്ച് ഈയിടെയൊക്കെ മൈക്കിൻ്റെ സാങ്ഷൻ എടുക്കാൻ ചെല്ലാൻ നേരത്ത് പോലീസുകാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ കുറിച്ചൊന്നും എന്ത് ചെയ്യരുത്, പ്രസംഗിക്കരുത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നോടും സംഘാടകർ പറയാറുണ്ട്. അവിടെ ഞങ്ങൾ ഹമാസിന് അനുകൂലമോ ഇസ്രായേൽ അനുകൂലമോ ഒന്നുമല്ല. ബൈബിളിലേക്ക് ആ യുദ്ധത്തെ ഒന്ന് ശ്രദ്ധ ചെലുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഓർത്തുകൊള്ളുക. ഇനി നടക്കാൻ പോകുന്നത് 3 യുദ്ധങ്ങളാണ്. ഇത് പറയുമ്പം 2-3 മിനിറ്റ് മുന്നോട്ട് പോയാൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. സ്തോത്രം.
ഇപ്പം അങ്ങനെ അങ്ങോട്ട് വാശി പിടിക്കാൻ നിങ്ങൾ അത്ര കൃത്യമായിട്ട് വന്നവരൊന്നും അല്ലല്ലോ. ആണോ? ഞങ്ങളിവിടെ 6 മണിക്ക് വന്നിരിക്കുന്ന ആളെ, നമ്മളൊക്കെ 6 മണിക്ക് വന്ന് നിങ്ങൾ തോന്നുമ്പോഴല്ലേ വന്ന്, അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നേ. അപ്പം അങ്ങനെ കൃത്യം 9 മണിക്ക് കൊണ്ട് പിടിച്ചു നിർത്തണമെന്നൊക്കെ പറയാം. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നോക്കി, ഇനി നടക്കാൻ പോകുന്ന 3 യുദ്ധങ്ങളാണ്. ഇനി നടക്കാൻ പോകുന്നത് ബൈബിൾ അടിസ്ഥാനത്തിൽ 3 യുദ്ധങ്ങളാണ്. നമ്പർ 1, 3-ാം ലോക മഹായുദ്ധമാണ് ഇനി ആദ്യം നടക്കേണ്ട യുദ്ധം. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളം കേട്ടോ. രണ്ടാമത്തേത് ബൈബിൾ പറയുന്ന ഹർമഗദ്ദോൻ യുദ്ധമാണ്. 3-ാമത്തേത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. അതൊന്നും നിങ്ങൾക്ക് അത്ര പരിചയം കാണത്തില്ല, എന്നാലും പറയാം. 1-ാമത്തെ യുദ്ധം 3-ാം ലോക മഹായുദ്ധം. 2-ാമത്തെ യുദ്ധം ഹർമഗദ്ദോൻ യുദ്ധം. 3-ാമത്തെ യുദ്ധം ഏതാ പറഞ്ഞത്? ഗോഗ് മാഗോഗ് യുദ്ധം. ഈ ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന പേര് ഈ 3 യുദ്ധത്തിലുമുണ്ട്. ഏതാ ഈ 3 യുദ്ധത്തിലും ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യമാണ് എഴുതിയിരിക്കുന്നത്? ആ രാജ്യത്തിൻ്റെ പേരാണ് റഷ്യ എന്ന് പറയും. അത് യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധത്തിൽ 1-ാമത്തെ രാജ്യം റഷ്യയാണെന്ന് പകൽ പോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളുകൾക്ക് മുൻപ് ഒരു യുദ്ധമുണ്ടായി. അത് റഷ്യയും ഉക്രൈനും തമ്മിലാണ്. ഈ യുദ്ധമുണ്ടായപ്പോഴേ പെന്തിക്കോസുകാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ നീ എവിടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. എവിടാ? ഉക്രൈൻ്റെ കൂടെ. കാരണം ഈ ഗോർബച്ചേവിൻ്റെയും പിന്നെ മീഖായിൽ ഗോർബച്ചേവിൻ്റെ കാലത്തൊക്കെ പിരിസ്ട്രോയിക്ക, ഗ്ലാസ്നസ്ത് ഒക്കെ ആയിട്ട് 10-15 റിപ്പബ്ലിക് രാജ്യങ്ങളായി പിരിഞ്ഞു പോയതുകൊണ്ട് റഷ്യ പ്രബല ശക്തിയും ഉക്രൈൻ ചെറിയ രാജ്യവും. അപ്പോൾ എന്തൊക്കെ പറയുക, കർത്താവെ, ബലവാനും ബലഹീനും തമ്മിൽ യുദ്ധമുണ്ടായാൽ നീ എവിടെ നിൽക്കും? ഞങ്ങൾ അവിടെ നിൽക്കുന്നു. നമ്മളങ്ങനെ ഉക്രൈൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം പറയുകയാണ്, ഈ റഷ്യയിലുള്ള കാറൽ മാർക്സ്, ലെനിൻ, എംഗൽസ് തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രതിമകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥാപിക്കണം. പത്രത്തിലൊന്നും വന്നില്ല, വാട്സാപ്പിൽ വന്ന വാർത്തകളാണ്. ഉടനെ പെന്തിക്കോസുകാരെല്ലാം ചേർന്ന് റഷ്യയുടെ ഭാഗത്തോട്ട് ചെരിഞ്ഞു. കാരണം അവിടെ ഇവരെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പറഞ്ഞല്ലോ. അങ്ങനെ റഷ്യയ്ക്ക് വേണ്ടി സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇപ്പുറത്ത് ഉക്രൈനിൽ 50 പട്ടാളക്കാർ, പടയാളികൾ മഞ്ഞുപാളിയിൽ നിന്നുകൊണ്ട് ബൈബിൾ പൊക്കി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉടനെ പെന്തിക്കോസുകാർ പറഞ്ഞു, മൊത്തം പെന്തിക്കോസുകാരെ ഉക്രൈനിൽ, അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മൾ നേരെ ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പുറത്ത് വ്ളാഡിമിർ പുടിൻ പറയുകയാണ്, ലോകത്തിൽ എവിടെയെല്ലാം ക്രിസ്ത്യൻ പള്ളികൾ തീവ്രവാദികൾ നശിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം റഷ്യയുടെ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് പള്ളികൾ പണിയുന്നതായിരിക്കും. പറഞ്ഞ പാടെ നമ്മൾ ആരുടെ കൂടെ കൂടി? റഷ്യയുടെ കൂടെ കൂടി. അപ്പോൾ ഇപ്പുറത്ത് ഒരു വാർത്ത വരികയാണ്, ഈ വ്ളാഡിമിർ സെലസ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉക്രൈൻ്റെ പ്രസിഡന്റ് പേരാണ്. ഇപ്പുറത്തെ വ്ളാഡിമിർ പുടിൻ, ഇത് വ്ളാഡിമിർ സെലസ്കി. ഇയാൾ നിസ്സാരക്കാരനല്ല, ഇയാൾ മൊർദെഖായിയുടെ വംശജന, യഹൂദ വംശജന. പറഞ്ഞു കേട്ടപ്പോഴേ നമ്മൾ പറഞ്ഞു, ഇവൻ മൊർദെഖായിയുടെ വംശജനാണെങ്കിൽ ഹാമാൻ്റെ മുമ്പിൽ ഇവൻ തലകുനിക്കുന്ന പ്രശ്നമില്ല, ഇവൻ തോക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നേരെ ഉക്രൈൻ്റെ പക്ഷത്ത് ചേർന്നു. അങ്ങനെ എവിടെ ചേരാനും തയ്യാറായി നിൽക്കുമ്പോഴാണ് ഹമാസ് ഇവിടെ വെടിപൊട്ടിച്ചത്. അപ്പം നമുക്കിനി അതിലേക്ക് വരാം. അത് നിന്നിട്ടില്ല, അവിടെയുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ പറയുന്നത് യെഹെസ്കേൽ പ്രവചനം 38-ന്റെ 2-ാമത്തെ വാക്യം വായിക്കാനാണ് പറയേണ്ടത്. പക്ഷേ എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് സിബ് ഇട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിബ് ഇടാത്തവരുണ്ടെങ്കിൽ വായിച്ച് 38-2 വായിച്ച്. മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഈ ഭാഗം നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഭാഗമാണ്, എന്നാലും ഒന്ന് പഠിച്ചിരുന്നോളം എന്ന് മനസ്സിലാക്കണം. അതായത് ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധത്തിൽ ഒരു രാജ്യം ഗോഗ് മാഗോഗായിരിക്കും. ഗോഗ് മാഗോഗിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗേ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവുമോ? അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് വ്യാഖ്യാനിക്കാം. രോഷ്, ഇംഗ്ലീഷ് വഴി നോക്കിക്കോളൂ, RUSH, റൂസ് എന്നാണ്. റൂസ് എന്ന് പറഞ്ഞാൽ റൂസ് ലാൻഡ് എന്നാണ്.
എല്ലാ രാജ്യങ്ങൾക്കും പൈതൃകമായ പേരുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പൈതൃകമായ പേരാണ് ഭാരതം. ശ്രീലങ്കയുടെ പൈതൃകമായ പേരാണ് സിലോൺ. ജർമ്മനിയുടെ പഴയ പേരാണ് തിസ്കലാൻ. റഷ്യയുടെ പഴയ പേരാണ് റൂസ്ലാൻഡ്. സംശയമുണ്ടെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ റഷ്യയും ജപ്പാനും തമ്മിൽ നടന്ന ലോകമഹായുദ്ധത്തിൽ പത്രത്തലവാചകം വന്ന പേരെങ്ങനെയാണ്? റൂസോ ജപ്പാൻ സംഘട്ടനം എന്നാണ്. അപ്പോൾ റോഷ് എന്ന് പറഞ്ഞാൽ റൂഷ് എന്നാണ്, റൂസ്ലാൻഡ് എന്നാണ്, റഷ്യ എന്നാണ്. മേശക് എന്ന് പറഞ്ഞാൽ മാസ്കോ എന്നാണ്. ആ മാസ്കോ ആണ് ഇപ്പോഴത്തെ മോസ്കോ. ഇനി തൂബൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ റഷ്യയാണ്. തൂബൽ സ്കൗ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നല്ലോ പറയാം. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും നോർത്ത് ഇന്ത്യയുടെയും നാടായ ഭാരതമേ എന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതായി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു രാജ്യം റഷ്യയായിരിക്കും. അന്ന് റഷ്യ വന്നു, പക്ഷേ ഇസ്രായേൽ വന്നില്ല. ഇനി 38-39 അധ്യായം വായിക്കുമ്പോൾ രണ്ടാമത്തെ രാജ്യം ഇസ്രായേലായിരിക്കും. എന്താ തെളിവ്? സമയം പോയതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ഇനി അങ്ങ് മടക്കിക്കോ, നിങ്ങൾക്കൊരു സമാധാനമാകട്ടെ എന്ന് കരുതിയ മടക്കിയാലെങ്കിലും തീരുമെന്നൊരു പ്രത്യാശ വരുമല്ലോ. അവിടെ എന്താ വായിക്കുന്നത്? നീ, അതായത് റഷ്യ മതിലില്ലാത്ത പട്ടണത്തിലേക്ക് വരും. ഏതാ മതിൽ ഇല്ലാത്ത പട്ടണം? സകല ജാതികളിൽ നിന്നും ശേഖരിച്ചതായ ഒരു രാജ്യത്തേക്ക് നീ വരും. AD 70 ലോകത്തിൻ്റെ 72 രാജ്യങ്ങളിലേക്കും AD 135 ഹാദ്രിയൻ കൈസറിന്റെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ 91 രാജ്യങ്ങളിലേക്കും ചിതറിയ രാജ്യമാണ് ഇസ്രായേൽ. 18 നൂറ്റാണ്ടുകൾ അവർക്ക് രാജ്യമുണ്ടായില്ല. അവർ മടങ്ങി വന്നു. അപ്പോൾ ഈ രാജ്യത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി റഷ്യ വരുമെന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരുന്നത്. റഷ്യയും ഉക്രൈനും നമ്മൾ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേൽ രംഗത്ത് വന്നിട്ടില്ല. അന്ന് റഷ്യയുണ്ട്. എന്നാൽ ഹമാസ് ഇസ്രായേലിനെ വെടിവെക്കുമ്പോൾ റഷ്യ രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ രംഗത്തുണ്ട്, റഷ്യ വന്നിട്ടില്ല. നമുക്കിനി നോക്കേണ്ടത് റഷ്യ വരുമോ ഇല്ലയോ എന്നാണ്. എല്ലാവരും പത്രമൊക്കെ വായിക്കുന്ന ആളുകളാണല്ലോ. ബൈബിളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ്രായേലിന് എതിരായി നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ദമ്മേശേക്ക്. ദമ്മേശേക്ക് എന്ന് പറയുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? ഇറാൻ. ബൈബിളിൽ നിങ്ങൾ വായിച്ച ആ രാജ്യം പകൽ പോലെ വ്യക്തമല്ലേ? ഇസ്രായേലിനെതിരെ അരക്കച്ച മുറക്കി രംഗത്ത് വന്ന ഒറ്റ രാജ്യമേ പരസ്യമായിട്ട് വന്നിട്ടുള്ളൂ. അത് ഇറാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹമാസ് പൊട്ടിക്കുന്ന പടക്കങ്ങൾ ഇറാന്റെ സംഭാവനയാണെന്നും ഇറാന് കൊടുത്തിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ടെക്നോളജിയാണെന്നും പൊട്ടിച്ച പടക്കത്തിൻ്റെ ടെക്നോളജി പരിശോധിച്ചിട്ട് ഇസ്രായേൽ കണ്ടുപിടിച്ചിരിക്കുന്നു. ചൈനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യം ഏതെന്നറിയാമോ? പാകിസ്ഥാനുമുണ്ട്, റഷ്യയുമുണ്ട്. ഇനി മനസ്സിലാകുന്നവർ മനസ്സിലാകുക, പ്രത്യക്ഷത്തിൽ റഷ്യ മുൻപിൽ വന്നിട്ടില്ല. എന്നാൽ റഷ്യയുടെ പിന്തുണയോടുകൂടിയാണ് ചൈനയും ഇറാനും ഇസ്രായേലിനെതിരായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കളത്തിൽ ഇസ്രായേലുണ്ട്. ഇനി ആരും കൂടെ വരണം, റഷ്യയും കൂടെ വരണം. നിങ്ങളെ കുറിച്ചിട്ടോ റഷ്യ രംഗത്ത് വന്നില്ലെങ്കിൽ ഇതിനോടകം ലോകത്തിൽ നടന്ന 4000-ൽ പരം യുദ്ധങ്ങളിൽ 371 കോടി ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിലും കുറച്ചു പേര് മരിക്കും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇസ്രായേലിനെതിരെ റഷ്യ കളത്തിൽ ഇറങ്ങിയാൽ, അതാണ് ഞാൻ പറയുന്നത്, ഇസ്രായേലിനെതിരെ റഷ്യ കളത്തിൽ ഇറങ്ങിയാൽ ആ യുദ്ധത്തിന്റെ പേരാണ് മൂന്നാം ലോകമഹായുദ്ധം. മൂന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച ഉടനെ ഇനി ആ യുദ്ധം ഏറെനാൾ മുന്നോട്ട് പോവില്ല. കാരണം അത്രമാത്രം സാങ്കേതിക വിദ്യകളും ആണവ സ്ഫോടക വസ്തുക്കളും രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിന് പരിഹാരകനായി ഒരു ചെറുപ്പക്കാരൻ രംഗത്തേക്ക് വരും. അയാൾ 10 ഇന കാര്യപരിപാടികൾ ലോകത്തിൽ അവതരിപ്പിക്കും. നമുക്കിനി ഇങ്ങനെ ഭൂഖണ്ഡങ്ങൾ വേണ്ട, ഇങ്ങനെ രാജ്യങ്ങൾ വേണ്ട, നേതാക്കന്മാർ വേണ്ട. ഒരു നേതാവ് മതി, ഒരു കറൻസി മതി, ഒറ്റ രാജ്യം, ഒരു ഭാഷയും മതി, ഒരു ദൈവം മതി, ഒരു മതം മതി, ഒരു ബൈബിൾ മതി. ഇങ്ങനെ 10 കാര്യപരിപാടികൾ
അദ്ദേഹം ലോകത്തിലേക്ക് കൊണ്ടുവരും. ഏകലോകം മതം മതി എന്ന അഭിപ്രായത്തിൽ 2.5 വർഷങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് പോപ്പിന്റെയും മാതാ അമൃതാനന്ദമയുടെ അധ്യക്ഷതയിൽ സർവ്വലോക മതസമ്മേളനം നടന്നു കഴിഞ്ഞു. ഇവിടുത്തെ ഡോളറിനെ പിന്തള്ളിക്കൊണ്ട് യൂറോ രംഗത്ത് വന്നു. ഡിജിറ്റൽ കറൻസി ചൈന രംഗത്തിറക്കിയിരിക്കുന്നു. നമ്മുടെ കയ്യിലും പൈസ ഇല്ലല്ലോ. ചായയും ബോണ്ടയും കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു പോവുക. കാരണം ബാങ്കിൽ നിന്നാണ് 20 രൂപ പെട്ടിക്കടക്കാരന് കൊടുക്കുന്നത്. ഡിജിറ്റൽ കറൻസി രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അടുത്തെന്താ? ഏകലോക ഭാഷ, ബൈബിൾ, ഇംഗ്ലീഷ് ഭാഷ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഏകലോക ബൈബിൾ, നമ്മുടെ ബൈബിൾ മാത്രം ഒഴിവാക്കി മറ്റ് മതഗ്രന്ഥങ്ങൾ ചേർത്ത് ഒരു ബൈബിൾ ലോകത്തിൽ പ്രിന്റിംഗ് നടന്നു കഴിഞ്ഞു. ഏകലോക നേതാവ്, ലോകത്തിൽ ഒരു നേതാവ് മതിയെന്ന് UK മുൻ ഭരണാധികാരി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ആ ചെറുപ്പക്കാരൻ വന്ന് 3-ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുകയും ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. ആ ചെറുപ്പക്കാരന്റെ പേരാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3.5 വർഷം സുഖകരമായ ഭരണവും അടുത്ത 3.5 വർഷം കഠിനമായ ഭരണവുമായിരിക്കും. ഞാൻ ഇന്ന് രാത്രിയിൽ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ഭീകരവാഴ്ച പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ വിവരമുള്ളവർ, പത്രം വായിക്കുന്നവർ, ബൈബിൾ വായിക്കുന്നവർ ഇടത്ത് ഭാഗത്തേക്ക് നോക്കിയാൽ 3-ാം ലോക മഹായുദ്ധത്തിന്റെ ശംഖുലി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലത്ത് ഭാഗത്തേക്ക് നോക്കിയാൽ അമേരിക്കൻ പടക്കപ്പലുകൾ പോർമുഖത്തേക്ക് ഇരമ്പിയെത്തുന്ന പോലെ 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അതിന് സമാപ്തി കുറിക്കേണ്ടതിനും നേതാവായി മാറേണ്ടതിനും അരക്കച്ച മുറുക്കിക്കൊണ്ട് എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വരാൻ തയ്യാറെടുത്തു നിൽക്കുന്നു. ഇത് രണ്ടിനുമിടയിൽ ഒരു കാര്യം നടക്കണം. ഇത് രണ്ടിനും കാര്യം നടക്കണം. 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് എതിർ ക്രിസ്തു വന്ന് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് ഇന്ന് രാത്രി നമ്മൾ നോക്കുന്നത് ഇടത്തോട്ടല്ല, വലത്തോട്ടല്ല, വാനമുകളിലേക്കാണ് നോക്കുന്നത്. എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കും മുൻപ് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. സഭ മാറ്റപ്പെടണമെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരണം. ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. എഴുന്നേൽക്കാമോ ഇന്ന് രാത്രി? ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. അങ്ങനെ വായിച്ചിട്ടില്ലേ? പിടിക്കാൻ 4 കാരണങ്ങളാ. 1, നാശം നിശ്ചയമാണ്. 2, ഓടിയാൽ രക്ഷ ഉറപ്പാണ്. 3, സമയം വളരെ കുറവാണ്. 4, ഇതല്ലാതെ വേറെ മാർഗമില്ല. സുവിശേഷ മഹായോഗത്തിന്റെ 4-ാമത്തെ രാത്രിയിൽ ദൂത് പറയുന്ന ഞങ്ങൾ ഈ കൊച്ചി പ്രാന്തപ്രദേശങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാ ആളുകളെയും കൈക്ക് പിടിച്ചിട്ട് ഞങ്ങൾ പറയുന്നു, ഇതൊരു നാശപട്ടണമാണ്. ഇത് നശിച്ചേ പറ്റത്തുള്ളൂ. ഈ ലോകം കത്തി എരിഞ്ഞേ പറ്റത്തുള്ളൂ. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തി അഴിയും. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, ഓടിയാൽ രക്ഷ ഉറപ്പാണ്. എങ്ങോട്ടേക്ക് ഓടണം? 2000 വർഷങ്ങൾക്ക് മുൻപ് ഓടി വരുന്ന എനിക്കും നിങ്ങളും അഭയം തരാൻ, ശരണത്തിനായി ഓടി വരുന്നവരെ തന്റെ മാരുടത്തിൽ ചേർക്കാൻ ഒരു പിളർക്കപ്പെട്ട പാറയായി കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ അടുക്കൽ ഓടി വരാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. 3-ാമത്തെ കാര്യം, സമയം വളരെ കുറവാണ്. നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ പറയരുത്. 4-ാമത്തെ കാര്യം, ഇതല്ലാതെ വേറെ വഴിയില്ല. ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടാൻ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ലാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഞങ്ങൾ പറയുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. എല്ലാ കണ്ണുകളും അടയുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ,
സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിയിൽ മുന്നറിയിപ്പുകൾ എന്ന വിഷയമാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന നിരവധി സംഭവങ്ങൾ മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഞങ്ങളത് അവഗണിച്ചു. ചരിത്രം മുന്നറിയിപ്പ് നൽകി, ഞങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതിഹാസ പുരുഷന്മാർ മുന്നറിയിപ്പ് നൽകി, അതും ഞങ്ങൾ തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റവർ ശക്തമായി പ്രഭാഷണം നടത്തി, അർഹിക്കുന്ന ഗൗരവത്തോടെ അതും ഞങ്ങൾ സ്വീകരിച്ചില്ല. എന്നാലും സ്വീകരിച്ചില്ലെങ്കിലും ഇവിടെ രോഗങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. എന്നാൽ അഞ്ചാമത്തെ മുന്നറിയിപ്പായ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ നിത്യതയിൽ പോകാനൊക്കില്ല. ഇന്ന് രാത്രി മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കും മുൻപ്, എതിർ ക്രിസ്തു ലോകത്തെ ഭരിച്ചടക്കും മുൻപ് യേശുവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും കരം പിടിച്ച് നിത്യതയിൽ ചേർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഒരു പാട്ടുപാടി നമ്മൾ ആരാധിക്കണം. കാരണം ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും എൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന പ്രത്യാശയുള്ളവർ അധിക നാൾ ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ യേശു വരുമെന്ന വിശ്വാസം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി.